ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Read the following bar graph carefully and answer the question given below. The bar graph shows the number of cars produced by 4 companies in different years. In 2 different years. Okay. അപ്പോൾ ബാർ ഗ്രാഫ് ആണ്, ഡി എയിലെ ബാർ ഗ്രാഫ് ആണ്. അപ്പോൾ ഇതിൽ നമ്പർ ഓഫ് കാർസ് പ്രൊഡ്യൂസ്ഡ് ഇൻ 2023 ആൻഡ് 24 ടുഗദർ. ആദ്യത്തത് 23-24 ഒരുമിച്ചുള്ളതാണ്. രണ്ടാമത്തത് കാർ പ്രൊഡ്യൂസ്ഡ് ഇൻ 2023. അപ്പൊ നമുക്കത് രണ്ടായിട്ട് ആദ്യം എഴുതാം. 2023യും 2024. A, B, C and D. ഇപ്പൊ 2023 എത്രയാണ്? 300. ഇനി 2021-24 ചേർത്ത് 500. അപ്പൊ 2024 മാത്രം ബാക്കി 200. ഇനി ബിയിലത് 2023 മാത്രം 450. ഇനി 2023-24 ടുഗദർ 750. അപ്പോൾ ബാക്കി എത്ര ആയിരിക്കും? 300. ഓക്കെ. അതേപോലെ സിയിലത് 2023 250. മൊത്തം എത്രയാണ്? 600. അപ്പൊ ബാക്കി 350. അടുത്ത ഡിയിലത് 200-ഉം 450. 200-ഉം 450 ബാക്കി 250. ഓക്കെ, ഡേറ്റ കിട്ടി. ഇനി ഫൈൻഡ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് കാർസ് പ്രൊഡ്യൂസ്ഡ് ഇൻ 2024 ബൈ ബി. 2024 ബൈ ബി. 300-ഉം to the number of cars produced in 2023 by A. 2023 by A. ഇത് നമ്മളുടെ റേഷ്യോ ആണ്. റേഷ്യോ എന്തായിട്ട് 1:1 ആയിരിക്കും, സിമ്പിൾ ആയിട്ട്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The number of cars produced in 2024 by A is what percentage more or less than the number of cars produced by 2023 by D? 2024 by A യും 2024 by A, 2023 by D. അത് രണ്ടും സെയിം ആണ്. ഇപ്പം കൂടുതലൊന്നുമില്ലല്ലോ. കൂടുതലൊന്നും ഇല്ലെങ്കിൽ എത്ര പെർസെന്റേജ് ആണ് കൂടുതൽ എന്ന് പറയുന്നത്? 0% ആയിരിക്കും കൂടുതൽ. എത്ര മോർ ഓർ ലെസ് എന്നാ, രണ്ടും ഒരേ വാല്യൂ തന്നെയാണ്. അപ്പൊ 0%. അടുത്ത ക്വസ്റ്റ്യൻ. The number of cars produced in 2025 by A is 25% more than the number of cars produced in 2024 by B. 2024 ബിയില് 300. അപ്പൊ 300-നേക്കാൾ 25%. 300-25% എത്ര? 25 1/4. അതായത് 300-ന്റെ പാതിയുടെ പാതി വരും. 300-ന്റെ പാതി 150. 150-ന്റെ പാതി 75 ആയിരിക്കും. ഇപ്പൊ 75 കൂടുതലെന്ന് പറയുമ്പോൾ 375 കിട്ടും. ഇതാണ് 2025 എയുടേത്. ഓക്കെ. If the average number of cars produced in 2025 by B and A is 400, then find the number of cars produced in 20. Okay. ബിയുടെ എയുടെ ആവറേജ് 400 തന്നിട്ടുണ്ട്. അത് ആവറേജ് 400, ടോട്ടൽ 800 ആയിരിക്കുമല്ലോ. രണ്ടുപേരുടെ ആവറേജ് 400, ടോട്ടൽ 800 ആയിരിക്കും. ഇപ്പൊ ഒരാളുടെ 375 ആണ്. ബാക്കി 800 കിട്ടണമെങ്കിൽ ബാക്കി 425 ആയിരിക്കും. 400, 300-ഉം 700, 425 ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The number of bikes produced in 2024 by C is 5/9 of the number of cars produced in 2023 by D. ബൈക്ക് പ്രൊഡ്യൂസ് ചെയ്തത് 2024 ബൈക്കാണല്ലോ. അത് എത്രയാ? സി 5/9 of the number of cars produced in 2023 by D. 2023 450-യുടെ 5/9. 450-യുടെ 5/9 എന്ന് പറയുമ്പോൾ 9 ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 50 കിട്ടും. ഇപ്പൊ 250 ആയിരിക്കും ബൈക്ക്. ഓക്കെ, 250 എത്തി. Then find the difference between the number of bikes produced in 2024 by C and the number of cars produced. അപ്പൊ എത്ര? 250-ന്റെയും പിന്നെ ഏത് ഡിഫറൻസ് ആണ്? നമ്പർ ഓഫ് കാർസ് പ്രൊഡ്യൂസ്ഡ് ഇൻ 2023 by D. 2023 by D. 2023 200. 250-ന്റെ ഡിഫറൻസ് എത്രയാണ്? 50. ഓപ്ഷൻ സി 50 ആയിരിക്കും ആൻസർ. ഓക്കെ. Next question. Find the average number of cars produced in 2024 by C and D.
സിയുടെയും ഡിയുടെ ആവറേജ് ആണ് ചോദിച്ചിരിക്കുന്നത് 2024. 2024 സിയുടെയും ഡിയുടെയും 350 250 ആണ്. മൂന്നും രണ്ടും 5. ഇപ്പൊ 600 ആണ്. 600ന്റെ പാതി 300 ആയി. സോ ആവറേജ് 300 കിട്ടി. ഓക്കെ, ഡി ഐ വളരെ എളുപ്പമായിരുന്നു. പക്ഷെ അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, എ മാൻ ഇൻവെസ്റ്റഡ് rupees 15,000 in a scheme A that offers simple interest at R percentage per annum for 2 years, and the interest received from scheme A is then invested in scheme B at that offers compound interest at 10% per annum for 2 years. Okay. If the amount received from scheme B is 4,356, find the value. അപ്പോ ആദ്യമേ 15,000 രൂപ സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് കിട്ടത്. സിമ്പിൾ ഇൻട്രസ്റ്റ് 15,000 രൂപ ഇട്ടു. 6% പെർ ആണ് 2 വർഷത്തേക്കാണ്. അപ്പൊ നമുക്ക് ഈ റേറ്റ് പെർസെന്റ് അറിയാതെ എത്രയാണ് പലിശ കിട്ടിയെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പൊ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഫ്രം സ്കീം എ ദെൻ ഇൻവെസ്റ്റഡ്. അപ്പൊ ഇവിടുന്ന് എത്ര ഇൻട്രസ്റ്റ് കിട്ടി, ആ ഇൻട്രസ്റ്റ് എത്ര വേറെ സ്കീമിലിട്ട് സ്കീം ബി, അവിടെ 10% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ഫോർ 2 years. നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ, 10% കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഇട്ട് കഴിഞ്ഞാൽ 2 വർഷം കഴിയുമ്പോൾ എത്രയായിരുന്നു നമുക്ക് പലിശ എത്രയാണെന്ന് അങ്ങനെ എമൗണ്ട് ഇപ്പം 100 രൂപയാണ്. 100 രൂപയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതെന്ന് കരുതുക. അപ്പോ 2 വർഷം കഴിയുമ്പോഴത്തേക്കും എനിക്ക് എത്രയായിട്ട് കിട്ടുന്നത്? അതായത് 10% വീതം 2 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ വർഷം 10% പലിശ കിട്ടും. രണ്ടാമത്തെ വർഷം 10%-ത്തിന്റെ കൂടെ എന്ത് കിട്ടും? ഈ 10ന്റെ 10% കൂടെ കിട്ടും. 10ന്റെ 10% എത്ര? 1. അപ്പൊ ടോട്ടൽ എത്ര ആയിരിക്കും എനിക്ക് കിട്ടുന്നത്? 2 വർഷം 21% ആയിരിക്കും പലിശ കിട്ടുന്നത്. അതായത് 100 എന്നുള്ളത് 121 എമൗണ്ട് ആണ്. അല്ല, അതായത് 100 രൂപയായിരുന്നു ഞാൻ ഇട്ടതെങ്കിൽ എനിക്ക് 121 രൂപയായിട്ട് കിട്ടിയേനെ. ഈ 121 പകരം ഇവിടെ എത്രയാ അവർ പറഞ്ഞിരിക്കുന്ന കറക്റ്റ് വാല്യൂ? 4,356 അപ്പൊ നമുക്ക് 121 പകരം 4,356 നമുക്ക് ക്യാൻസൽ ചെയ്യാം. 11 കൊണ്ട് 11 11 121. ഇവിടെ 11 വെച്ച് ക്യാൻസൽ ചെയ്താൽ 3 പ്രാവശ്യം 33. പിന്നെ ഒരു 10 ഉണ്ട്. 10 105 വരും. 105-നകത്ത് 9 പ്രാവശ്യം 99. പിന്നെ ഒരു 6 ഉണ്ട്. 6 കൂടെ ചേർന്ന് 66-നകത്ത് 6 പ്രാവശ്യം. വീണ്ടും 11 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഇവിടെ ഒരു പ്രാവശ്യം അടങ്ങും. ഇവിടെ 11 3 33. പിന്നെ ഒരു 6 ഉണ്ട്. 6 ചേർന്ന് 66-ൽ. അപ്പൊ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36 കിട്ടി. എങ്കിൽ നമ്മൾ ഇട്ട ഇതെത്ര ആയിരിക്കും? ടോട്ടൽ എമൗണ്ട് 100-ന് പകരം 100-നെ 36 കൊണ്ട് ഗുണിക്കുമ്പോൾ 3,600 കിട്ടും. ഓക്കെ, 3,600 ആയിരിക്കും നമുക്ക് കിട്ടും. ഇപ്പം 3,600 രൂപ ഇപ്പൊ ഇവിടുന്ന് കിട്ടിയതാണ് പലിശയായിട്ട്. ആ പലിശ കിട്ടിയതാണല്ലോ നമ്മൾ ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോ നമുക്കിനി കണ്ടുപിടിക്കാം. 15,000-ന്റെ എത്ര ശതമാനമാണ്, അതായത് 6%, 6/100 2 വർഷത്തേക്ക് എത്ര പലിശ നിരക്ക് കിട്ടിയാലാണ് ഈ 3,600 ആവുന്നത്? ഇപ്പോ 2 പൂജ്യങ്ങൾ ഇവിടെ ക്യാൻസൽ ചെയ്യാം. ഇവിടെ ഓരോ പൂജ്യം ക്യാൻസൽ ചെയ്യാം. 5 കൊണ്ട് ക്യാൻസൽ ചെയ്ത 2, 5 കൊണ്ട് ക്യാൻസൽ ചെയ്ത 3. ഈ 2ഉം 2ഉം ക്യാൻസൽ ആയി പോകും. പിന്നെ ഈ 3ഉം 36 ക്യാൻസൽ ചെയ്ത് 12. അപ്പോ റേറ്റ് പെർസെന്റേജ് 12% കിട്ടും. ഓക്കെ, 12% ആൻസർ. അപ്പൊ നമ്മളിവിടെ ആദ്യമേ ഇതൊന്നും ചെയ്തില്ല. നമ്മൾ അടുത്ത രണ്ടാമത്തേതിൽ എത്ര എമൗണ്ട് ഇട്ടാൽ എത്രയായിട്ട് കിട്ടും, 121 കിട്ടുമെന്ന് എടുത്ത് ആ 121 പകരം ക്വസ്റ്റ്യന് പറഞ്ഞിരിക്കുന്ന വാല്യൂ എടുത്ത് ചെയ്തു. അതിൽ 36 മൾട്ടിപ്ലിക്കേറ്റീവ് ഫാക്ടർ ആയിട്ട് കിട്ടി. അതായത് 100-ന് പകരം 100 ഗുണം 36 3,600 അത് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ ബാക്കിലോട്ട് പോയിട്ട് ചെയ്തത്. ഓക്കെ ആണല്ലോ? അപ്പൊ അരിത്തമാറ്റിക്കിൽ ഇതേ കണക്ക് നമുക്ക് കുറച്ച് ചെയ്യേണ്ടുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും PO ലെവൽ ആയതുകൊണ്ട്. Two cars A and B start simultaneously from cities P and Q towards each other. The distance between P and Q is 450 meters. അപ്പൊ P ഉണ്ട്, Q ഉണ്ട്. അപ്പോ എയും ബിയും ഇവിടുന്ന് എ എന്ന് പറയുന്നത് ബി. ഓക്കെ,
ഇവര് തമ്മിൽ ഡിസ്റ്റൻസ് 450 കിലോമീറ്റർ ആണ്. ഉം. ഇനി കാർ എ ഇവിടെ നിന്നും കാർ ബി ഇവിടെ നിന്നാണ് കരുതുക. കാർ എ കവേഴ്സ് ദ ഡിസ്റ്റൻസ് ഇൻ 5 hours. 5 hours കൊണ്ടാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ കാർ എയുടെ സ്പീഡ് കണ്ടുപിടിക്കാമല്ലോ നമുക്ക് ആദ്യം തന്നെ. 450 ÷ 5 എത്ര കിട്ടും? 90 km/h ആണല്ലോ. ഓക്കെ. ബിയുടെതോ 450 10 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യുന്നതാണ്. അപ്പൊ 45 കിട്ടും. ഇനി ആഫ്റ്റർ ഹൗ മച്ച് ടൈം ഫ്രം ദ സ്റ്റാർട്ട് ദേ വിൽ മീറ്റ്. അപ്പൊ രണ്ട് കാറും ട്രാവൽ ചെയ്യാണ്. ദേ ആർ മൂവിങ് ഓപ്പോസിറ്റ് ഈച്ച് അതർ. അപ്പൊ ഓപ്പോസിറ്റ് ആണ് രണ്ടുപേരും മൂവ് ചെയ്യുന്നതെങ്കിൽ നമ്മളവിടെ റിലേറ്റീവ് സ്പീഡ് രണ്ടുപേരും ഓപ്പോസിറ്റ് ആണ് മൂവ് ചെയ്യുന്നത്. റിലേറ്റീവ് സ്പീഡ് എന്തായിട്ട് എടുക്കും? നമ്മൾ ആ റിലേറ്റീവ് സ്പീഡ് ആഡ് ചെയ്യും. 90 45 ആഡ് ചെയ്യുമ്പോൾ 135 ആയിരിക്കും റിലേറ്റീവ് സ്പീഡ്. ഇനി 135 സ്പീഡ് ഈ 450 കിലോമീറ്റർ കവർ ചെയ്യണം. അപ്പൊ ഇനി അവർ ഏത് ടൈമിൽ മീറ്റ് ചെയ്യണം? ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം സ്പീഡ് ഇസിക്കൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലെ? അപ്പൊ അവിടുന്ന് ടൈം ഇസിക്കൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പൊ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് റിലേറ്റീവ് സ്പീഡ് ആണ്, അത് 135. നമുക്ക് 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 5 കൊണ്ട് ക്യാൻസൽ ചെയ്യില്ല. 2 5 10 7 5 35 കൂടെ 90 കിട്ടും. ഇവിടെ 9 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 3 9 27 9. ഇപ്പൊ 10/3 എന്ന് കിട്ടും. 10/3 ഓപ്ഷൻ ഉണ്ടല്ലോ. ഓക്കെ, 10/3 ആ ടൈമിലായിരിക്കും അവർ മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A boat covers 84 km downstream in 3 hours and 60 km upstream in T plus 4 hours. If the ratio of the speed of the boat in still water to the downstream speed is 4:5, then the time taken by the boat to cover 40 km to and fro in the river. Okay. അപ്പൊ അവർ എന്തൊക്കെ തന്നിട്ടുണ്ട്? സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ, സ്പീഡ് ഓഫ് ബോട്ടും ഡൗൺ സ്ട്രീം സ്പീഡും അല്ലെ, അതിന്റെ റേഷ്യോ 4:5 എന്നാണ്. എന്താണ് ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് അറിയാമോ? ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് ഇപ്പൊ ബോട്ട് ട്രാവൽ ചെയ്യണം. അപ്പൊ ബോട്ട് ആ ഒഴുക്കിനൊപ്പം ട്രാവൽ ചെയ്യുക, അതാണ് ഡൗൺ സ്ട്രീം, ഒഴുക്കിന്റെ കൂടെ ട്രാവൽ ചെയ്യും. അപ്പം ഒഴുക്കിന്റെ കൂടെ ട്രാവൽ ചെയ്യുമ്പം ടോട്ടൽ സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബോട്ടിന്റെ സ്പീഡ് ഉണ്ട്, പിന്നെ ആ ഒരു ഒഴുക്കിന് ആ സ്ട്രീമിന് സ്പീഡ് ഉണ്ട്. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഡൗൺ സ്ട്രീം സ്പീഡ് കിട്ടുന്നത്. അപ്പം ബോട്ടിന്റെ സ്പീഡ് 4ഉം ഡൗൺ സ്ട്രീം സ്പീഡ് 5ന്റെയും റേഷ്യോയിലാണെങ്കിൽ അപ്പൊ നമുക്ക് അവിടെ നിന്ന് സ്ട്രീമിന്റെ സ്പീഡ് കണ്ടുപിടിക്കാൻ എന്താ? 4ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 5 കിട്ടുന്ന 1. ഇനി ഇതിൽ അപ്സ്ട്രീം സ്പീഡ് എന്താണ്? അപ്സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് ഒഴുക്കിനെതിരെ പോകുന്നത്. അപ്പൊ ബോട്ടിന് ഒരു സ്പീഡ് ഉണ്ട്, ഒഴുക്ക് അതിനെതിരെയാണ്. അപ്പൊ ബോട്ടിന്റെ സ്പീഡ് മൈനസ് ആ ഒഴുക്കിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ സ്ട്രീമിന്റെ സ്പീഡ്, അതായിരിക്കും അപ്സ്ട്രീം സ്പീഡ്. അപ്പൊ 4 - 1 3 യൂണിറ്റ് ആയിരിക്കും അപ്സ്ട്രീം. അപ്പോൾ ഇത് നമ്മളെല്ലാം റേഷ്യോയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് അസ്യൂം ചെയ്ത് നോക്കാം. അതായത് ഇനി ഒന്ന് ആലോചിച്ച് നോക്കേ, അപ്സ്ട്രീമിൽ പോകുമ്പോഴായിരിക്കുമല്ലോ ടൈം കൂടുതൽ വേണ്ടി വരുന്നത്, അതറിയാലോ. അപ്പൊ 60/3 നമുക്ക് നമ്മുടെ ഈ റേഷ്യോയിലെ വാല്യൂസ് ഇട്ട് കൊടുക്കുക. 60/3 ചെയ്ത് കഴിഞ്ഞാൽ 20 കിട്ടുന്നത്. പിന്നെ അടുത്തത് 84 km ഡൗൺ സ്ട്രീം, 84/5 5 ഡൗൺ സ്ട്രീം ക്യാൻസൽ ചെയ്യുമ്പോൾ 16 5 80 16.8 അപ്പൊ ഇവിടെ ഇവര് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് എത്ര കിട്ടുന്നത്? 3.2 അല്ലേ കിട്ടുന്നത്? പക്ഷെ ക്വസ്റ്റ്യനിൽ എത്ര പറഞ്ഞിട്ടുള്ളത്? അതായത് ഒന്ന് T അവേഴ്സ്, ഒന്ന് T + 4 hours എന്നാണ്. വെച്ചാൽ 4 മണിക്കൂറാണ് ഡിഫറൻസ്. അപ്പൊ 3.2നെ 4 ആക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പോയിന്റ് പാടാണ്, നിങ്ങൾ രണ്ടിടത്തും 10 കൊണ്ട് ഗുണിക്കും. 32ഉം 40ഉം ആയിട്ട് എടുക്കും. ഓക്കെ, അപ്പൊ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 8 5 40, 8 4 32. അപ്പൊ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 5/4 ആണ് എടുക്കുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ നമ്മളുടെ ഈ താഴെയുള്ള യൂണിറ്റ് ആണ് നമ്മൾ ഇവിടെ അസ്യൂം ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ എടുക്കുന്ന യൂണിറ്റ് 4/5 അല്ല, അതിനെ തിരിച്ചിടണം, 5/4 ആയിട്ട് എടുക്കണം. ഓക്കെ, ഇത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ഒന്നുകൂടെ ഇതിന് എക്സ്പ്ലെയിൻ ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ 5/4 ആണ് എങ്കിൽ ഇനി കറക്റ്റ് വാല്യൂസ് നമുക്ക് എഴുതാം. ഇപ്പൊ ഡൗൺ സ്ട്രീം സ്പീഡ് എത്ര ആയിരിക്കും? 5 × 5/4 അല്ലെ? 5നെ 5/4 കൊണ്ട് സോറി 5/4 തന്നെ അല്ലേ ഞാൻ വീണ്ടും എഴുതുന്നത്? 5/4 അല്ല,
താഴത്തെ വാല്യൂ ഇല്ലേ, അപ്പൊ ഇത് റെസിപ്രോക്കൽ ആയിട്ട് വരും. അതായത് 4/5 ആയിരിക്കും കറക്റ്റ് വാല്യൂ. ഈ മാറ്റം എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി ഡൗൺ സ്ട്രീം സ്പീഡ് 5 യൂണിറ്റ് ആണ്. 5നെ 4/5 കൊണ്ട് ഗുണിച്ചാൽ കറക്റ്റ് വാല്യൂ 4 കിട്ടും. ഡൗൺ സ്ട്രീം സ്പീഡ് 4 കിട്ടും. ഇനി അപ്സ്ട്രീം സ്പീഡോ 3 അല്ലേ, 3നെ 4/5 കൊണ്ട് ഗുണിച്ചാൽ ഇപ്പം 12/5 കിട്ടും. 12/5 എത്ര? 2 പ്രാവശ്യം ആകുമ്പോൾ 10.2.4 കിട്ടും. ഇപ്പൊ 2 വാല്യൂയും കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കാമല്ലോ ഡൗൺ സ്ട്രീം സ്പീഡ് അപ്സ്ട്രീം സ്പീഡും കിട്ടിയെങ്കിൽ 40 കിലോമീറ്റർ അങ്ങോട്ടും 40 കിലോമീറ്റർ ഇങ്ങോട്ടും, അതാണ് 2 and 4 എന്ന് പറയുന്നത്. അപ്പോ 40 കിലോമീറ്റർ ഡൗൺ സ്ട്രീമിലാണ് ആദ്യം പോകുന്നത് 40/4 പ്ലസ്, പിന്നീട് അപ്സ്ട്രീമിലാണ് പോകുന്നത് 40/2.4. അപ്പൊ ഇങ്ങനെ വരുമ്പോ കുറച്ചുകൂടെ പെട്ടെന്ന്, അതായത് ഇവിടെ പോയിന്റ് ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ പെട്ടെന്ന് ഞാൻ രണ്ടിടം ഞാൻ 24 ആക്കാം പോവാ. 24 ആക്കണം. ഇവിടെ ഞാൻ 6 കൊണ്ട് ഗുണിക്കണ്ടേ, അപ്പൊ മുകളിൽ ഞാൻ 6 കൊണ്ട് ഗുണിക്കുന്നു. 6 4 240 പ്ലസ് ഇവിടെ 24 ആക്കണേ 10 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ 400 ബൈ 2 24 അല്ലേ, ഇപ്പൊ 24 ആണ്. അപ്പൊ 24 40 കൂട്ടി 640 ബൈ 24 എന്ന് വരും. 8 ഒരു ഡയറക്റ്റ് ക്യാൻസൽ ആവുന്നുണ്ട്. 3 8 24, ഇവിടെ 8 8 60. ഇപ്പൊ 80/3 ആയിരിക്കും ആൻസർ. 80/3. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഇപ്പൊ ഞാൻ അസ്യൂം ചെയ്തത് എന്ത്, ഇങ്ങനെ 5/4 4/5 ആക്കിയെന്ന് എന്താണെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ ജനറൽ മെത്തേഡ് ഒന്നുകൂടെ ചെയ്ത് കാണിക്കാം. അതായത് നിങ്ങൾ ഇത്ര അസ്യൂം ചെയ്തതിനു ശേഷം നിങ്ങൾ ഇവിടെ എക്സ് ഇട്ട് ചെയ്യുമല്ലോ. അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും: 60/3x മൈനസ് 84/5x ഇസ് ഈക്വൽ ടു 4. ഇതല്ലേ നിങ്ങൾ എഴുതുന്ന സ്റ്റെപ്പ്. ഇതെങ്ങനെയാണെന്ന് മനസ്സിലായി. അതായത് 60 അവർ പറഞ്ഞിരിക്കുന്നത് 60 അപ്സ്ട്രീം പോകാനുള്ള സമയം എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് നമ്മൾ 3 റേഷ്യോയിലായിട്ട് 3x എന്ന് എടുക്കും. ഓക്കെ, മൈനസ് ഇനി 84 കിലോമീറ്റർ ഡൗൺ സ്ട്രീം പോകണമെങ്കിൽ 84 ഡൗൺ സ്ട്രീം സ്പീഡ് 5x. ഇത് തമ്മിലുള്ള ആ ടൈമിന്റെ ഡിഫറൻസ് ആണ് 4 hours. അതായത് ഇവിടെ ടി എന്നും ഇതാണ് ഇങ്ങോട്ട് നോക്കും, ടി പ്ലസ് 4 ടി. അതാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. മനസ്സിലായോ? ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. 60 ഗുണം 5x 30x, സോറി 300x മൈനസ് 84 ഗുണം 3 എങ്ങനെ കണ്ടുപിടിക്കാം? 80 ഗുണം 3 240, 4 ഗുണം 3 12. അപ്പൊ 240 12 252x ഈസ് ഈക്വൽ ടു, താഴെ ഇനി എന്തുകൊണ്ട് 3 ഗുണം 5 15x² ഉണ്ടല്ലോ അല്ലെ. സാധാരണ നിങ്ങളെ സ്റ്റെപ്പ് എങ്ങനെ ആയിരിക്കും? ഞാൻ ഒരു സ്റ്റെപ്പ് കൂടെ ലാഭിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇത് ഡിവൈഡ് ബൈ 15x² എന്ന് എഴുതും. എന്നിട്ട് ആ 15x² ഇങ്ങോട്ട് ഗുണിക്കത്തില്ലേ. അപ്പൊ 15x² 4 കൊണ്ട് ഗുണിച്ച 60x². ഓക്കെ ആണല്ലോ. ഇനി 300x 252x കുറയ്ക്കും. അപ്പൊ 48x എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു ഇവിടെ 60x². അപ്പൊ x² ഒരു എക്സും ഒരു എക്സോടെ ക്യാൻസൽ ആയി. ഇനി ഒരു എക്സ് മാത്രമേ ഉള്ളൂ. 12 കൊണ്ട് ഡയറക്റ്റ് ക്യാൻസൽ ചെയ്യാം. നമുക്ക് 4 കൊണ്ട് പിന്നെ 3 കൊണ്ട് ചെയ്യാം. ഞാൻ 12 കൊണ്ട് ഡയറക്റ്റ് ചെയ്യാം. 12 4 48, 12 5 60. ഇപ്പൊ ഇവിടെ 5x 4 എന്ന് കിട്ടിയില്ലേ. അപ്പൊ അതിൽ നിന്ന് എക്സ് എങ്ങനെ എഴുതുന്നത്? ഈ 5 അല്ലേ ഇപ്പുറം പോകുന്നത്. 4/5 അല്ലേ വരുന്നത്. ഓക്കെ, ഇപ്പൊ മനസ്സിലായ ഞാൻ ഇവിടെ എനിക്ക് കിട്ടിയതിനെ ഞാൻ റെസിപ്രോക്കൽ ചെയ്ത എന്തുകൊണ്ടാണ്? നിങ്ങൾ ഇങ്ങനെ എഴുതാനാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക. അതായത് ഇവരുടെ ഡിഫറൻസ് 4 hours എടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു സബ്ട്രാക്ട് ചെയ്യുമ്പോൾ x 4/5 കിട്ടും. അപ്പൊ നിങ്ങൾ ഇവിടുത്തെ 3x എന്നും ഇവിടെ 1x 5x ഇതല്ലേ, ഇവിടെ ഒക്കെ x ഇട്ടല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടല്ലേ. ഓക്കെ, അപ്പം ഡൗൺ സ്പീഡ് എത്ര? 5 × 4/5 എത്ര കിട്ടി? 4 കിട്ടും. ഇവിടെ 3 × 4/5 അതായത് 12/5 2.4 കിട്ടും. ഇതേപോലെ തന്നെയാണ് വരുന്നത് ബാക്കി സ്റ്റെപ്പുകൾ. അപ്പൊ ഈ ഇത്രയും ഒരു സ്റ്റെപ്പ് ഇതാണ്. ഇത്രയും നമ്മൾ ഇവിടെ നിന്ന് ചെയ്ത് ഇത്രയും ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ വന്നത്. എന്താണ് നമ്മൾ 3യും 5 ആണെന്ന് അസ്യൂം ചെയ്തിട്ട് ചെയ്തു. അപ്പൊ അത് തമ്മിലുള്ള വ്യത്യാസം 3.2 യൂണിറ്റ് ആണ്. അതിന് പകരം 4 ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. 3.2നെ 4 ആക്കണമെങ്കിൽ നമ്മൾ അത് ചെയ്തു വരുമ്പോൾ 5/4 ആണ്. ഇപ്പൊ താഴത്തെയാണ് നമുക്ക് മാറ്റേണ്ടത്. അപ്പൊ 5/4 എന്ന് കിട്ടി അതിനെ തിരിച്ചിടണം, 4/5 ആക്കണം. എന്നിട്ട് കറക്റ്റ് വാല്യൂസ് 3 × 4/5 5 × 4/5. ഓക്കെ ആണല്ലോ.
അപ്പൊ നമ്മൾ ഡി എ ഒക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്തു. അപ്പൊ അരിത്തമാറ്റിക് വന്ന പോകണ്ട, 2 ക്വസ്റ്റിനും പാടായിരുന്നു. അടുത്ത, എ മിൽക്ക് മാൻ മിക്സ്ഡ് X+20 liters ഓഫ് വാട്ടർ. വാട്ടർ X+20 ഉണ്ട് ഇൻറ്റു 180 liters ഓഫ് മിൽക്ക്. 180 liters മിൽക്ക് ഉണ്ട്. ഇത് രണ്ടുകൂടെ മിക്സ് ചെയ്തു. ഇനി റീപ്ലേസ്ഡ് 40 ലിറ്റർ മിക്സ്ചർ. ഇത് ഈ മൊത്തത്തിൽ നിന്ന് 40 ലിറ്റർ മിക്സ്ചർ ഞാൻ എടുത്ത് മാറ്റുക. 40 ലിറ്റർ, ഇത് ലിറ്റർ ആണ്. എന്നിട്ട് റീപ്ലേസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തുവാ? അപ്പോ ഇവിടെ എത്രയോ ക്വാണ്ടിറ്റി കിട്ടും, ഇവിടെ എത്രയോ ക്വാണ്ടിറ്റി കിട്ടും. പക്ഷെ ഇവരുടെ റേഷ്യോയിലല്ലേ കട്ടായി പോത്തോളൂ, കുറയത്തോളൂ. എന്നിട്ട് വീണ്ടും ആ 40 ലിറ്റർ എടുത്ത് ഞാൻ ഈ മിക്സ്ചറിലോട്ട് ഒഴിക്കുകയാണ്. അതായത് 40 ലിറ്റർ മിക്സർ എടുത്ത് കളഞ്ഞിട്ട്, എന്നിട്ട് മിൽക്ക് എടുത്തിട്ട് ഒഴിക്കുകയാണ്. അപ്പൊ അവര് പറഞ്ഞേക്കുന്ന ഫൈനൽ മിക്സ്ചറിൽ മിൽക്കിന്റെ ഫൈനലി ലാസ്റ്റ് വരുന്നത്. അപ്പൊ 40 ലിറ്റർ മിക്സ്ചർ എടുത്ത് മാറ്റി. അപ്പൊ ഇതായി. അതിനകത്തുനിന്ന് ഞാനൊരു 40 ലിറ്റർ മിൽക്ക് ആഡ് ചെയ്തു. അപ്പോ എത്ര? 200 ലിറ്റർ ആയി എന്ത് മിൽക്കിന്റെ അളവ്. അപ്പൊ ഇത് നിങ്ങൾ സ്റ്റെപ്പ് വെച്ച് ചെയ്യാനാണ് നിങ്ങൾക്ക് ഒരുപാട് ചെയ്യേണ്ടി വരും. അതായത് ഇവിടുത്തെ ചെയ്ത് റിമൂവ് ചെയ്യുന്നു, റേഷ്യോ തിരിച്ചിടുന്നു, ഭയങ്കരതാണ്. ഇത് കൺസെപ്റ്റ് അറിയാമെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാം. അതായത് ഞാൻ എത്രയോ ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്, എന്നിട്ട് അതിൽ 40 ലിറ്റർ ഞാൻ റിമൂവ് ചെയ്തു. അതായത് 40 ലിറ്റർ റിമൂവ് ചെയ്യുമ്പോൾ മിക്സ്ചർ ആണ്. അപ്പൊ ഇതിൽ നിന്നും കുറയും, ഇതിൽ നിന്നും കുറയും. അത് ഏത് അളവിലായി കുറയുന്നത്? അവരുടെ റേഷ്യോ എങ്ങനെയാണോ അങ്ങനെ. എന്നിട്ട് അപ്പൊ ഈ 180 എത്രയോ കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും 180 എത്രയോ കുറയും, അത് എത്രയാന്ന് നമുക്കറിയില്ല. എന്നിട്ട് ഞാൻ തിരിച്ച് 40 ലിറ്റർ മിൽക്ക് ആഡ് ചെയ്തു. അതായത് 180 എത്രയോ കുറഞ്ഞു. എന്നിട്ട് ഞാൻ 40 ലിറ്റർ ആഡ് ചെയ്തപ്പോ 200 ആയി. അപ്പൊ ഓർത്ത് നോക്ക്, എത്രയോ കുറഞ്ഞു, എന്നിട്ട് 40 ലിറ്റർ ആഡ് ചെയ്തപ്പോ 200 ആവണമെങ്കിൽ ഇത് കുറഞ്ഞതിന് ശേഷം എത്രയായിരുന്നു? 160 ആയിരിക്കും ആയത്. എന്നാലല്ലേ 40 ആഡ് ചെയ്യുമ്പോൾ 200 ആവത്തുള്ളൂ. മനസ്സിലാക്കുക, 160 ആയിട്ടാണ്. അപ്പോ 20 ലിറ്റർ അല്ലേ ഇവിടെ കുറഞ്ഞത്? ശ്രദ്ധിക്കുക, 40 ലിറ്റർ ഞാൻ എടുത്ത് മാറ്റിയിട്ട് 40 ലിറ്റർ തിരിച്ച് ഒഴിച്ചു. മിൽക്കാണ് തിരിച്ചൊഴിച്ചത്. അപ്പോ 40 ലിറ്റർ എടുക്കുമ്പോൾ ഇതിലീന്ന് കുറയും. എന്നിട്ട് തിരിച്ച് 40, അപ്പൊ 180 എത്രയോ കുറഞ്ഞു നമുക്കറിയില്ല. പിന്നീട് 40 ലിറ്റർ ഒഴിക്കുമ്പോൾ കറക്റ്റ് ഇത് 200 ആവണമെങ്കിൽ ഇതിൽ 160 ആയിരുന്നു കാണണ്ടേ? ആണല്ലോ. അപ്പൊ 180 160 ആയി. 160 ആവണ 20 ലിറ്റർ ആണ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ 160 ആയി. ഇപ്പൊ 20 ലിറ്റർ ആവുന്നു. ഇപ്പൊ ഇതിലീന്ന് 20 ലിറ്റർ ആണ് പോയതെങ്കിൽ ഇതിലീന്ന് 20 ലിറ്റർ ആയിരിക്കും പോയത്. മനസ്സിലായ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ രണ്ടുപേരിൽ നിന്ന് 20 തന്നെ പോകണമെങ്കിൽ നമുക്കറിയാം ഇവരെ ഏത് റേഷ്യോയിലാണോ ഉണ്ടായിരുന്നത് ആ റേഷ്യോയിൽ മാത്രമേ കട്ടാവൂ. അപ്പൊ ഇവര് 1:1 എന്നുള്ള റേഷ്യോയിലായിരുന്നെങ്കിൽ മാത്രമല്ലേ 20 കറക്റ്റ് കുറയും. അപ്പോ ഇവിടെ എത്ര ആയിരുന്നു കാണും? ഇതേ അളവ് തന്നെ ആയിരുന്നു കാണും. 180 തന്നെ ആയിരുന്നു കാണും. 180 ആയിരിക്കണം. എക്സ് എത്ര ആയിരിക്കും? 160. ഇത്രയേ ഉള്ളൂ. പ്യുവർ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്യുവർ കൺസെപ്റ്റ് അല്ലാതെ നിങ്ങൾ സ്റ്റെപ്പ് വെച്ച് എഴുതാനാണ് വലിയ മെത്തേഡായിട്ട്. പ്യുവർ കൺസെപ്റ്റ് ആലോചിച്ചാൽ മാത്രമേ ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവൂ. ഓക്കെ. Then Rahul bought a mobile phone at rupees A and sold it at rupees B, earning a 25% profit. If he had bought it at 20% less and sold it at rupees 72 less, okay, he would have made a 15% profit. Find the value of B minus L. Okay. അപ്പോ രാഹുൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങി. എന്നിട്ട് എ എന്ന് പറയുന്ന വിലയിൽ വാങ്ങി, ബി എന്ന് പറയുന്ന വിലയിൽ വിറ്റു. 25% പ്രോഫിറ്റ്. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യും പെർസെന്റേജ് വെച്ചാൽ 100 രൂപയ്ക്കാണ് മേടിച്ചതെങ്കിൽ 25% പ്രോഫിറ്റ് ആണ്, 125-നായിരിക്കും വിറ്റത്. സിമ്പിൾ. ഇനി ഈ ഹി ഹാഡ് ബോട്ട് ഇറ്റ് അറ്റ് 20% ലെസ്. ഇനി 20% വിലക്കുറവിലായിരുന്നു വാങ്ങിയത് എങ്കിൽ, ഇപ്പൊ 100 20% പറഞ്ഞ ഏതാ 80 രൂപയ്ക്കായിരുന്നു വാങ്ങിയിരുന്നെങ്കിൽ, ആൻഡ് സോൾഡ് ഇറ്റ്, ഇത് 72 രൂപ കുറവ്. ഇത് കറക്റ്റ് പൈസയുടെ വ്യത്യാസമാണ്. നമ്മൾ എപ്പോഴും പെർസെന്റേജ് വെച്ച് അസ്യൂം ചെയ്യുമ്പോൾ പെർസെന്റേജ് കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പോൾ അയാൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് 15%. 80ന്റെ 15% എങ്ങനെയാണ്? 80ന്റെ 15% വെച്ചാൽ 3/20 ആണ്. ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 4 4 3 12 12 രൂപയ്ക്ക്. അപ്പൊ 80 രൂപയുടെ സാധനമാണ് 12 രൂപ ലാഭത്തിന് 92 രൂപയ്ക്കായിരിക്കും അത് കിട്ടുന്നത്. അപ്പോ ഈ ഒരു കേസിൽ
92 ആദ്യത്തെ കേസ് 125. ഇവർ തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ ഒരു 72 എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്ക് എത്ര കിട്ടുന്നത്? 92 120 നമ്മളെ വ്യത്യാസം എത്ര? 92 8 കൂട്ടിയാൽ 100, 25, 25 8. നമുക്ക് 33 രൂപയാണ് കിട്ടുന്നത്. പക്ഷെ അവർക്ക് കറക്റ്റ് വാല്യൂ 72ആണ്. അപ്പൊ 33 72 ആക്കണേ 3 വെച്ച് ക്യാൻസൽ ചെയ്യാം. 3 വെച്ച് 11, ഇവിടെ 3 വെച്ച് 2 3 6 12 24. അപ്പൊ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ 11 യൂണിറ്റ് 24 ആണെങ്കിൽ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 24/11 ആയിരിക്കും. നമുക്ക് എന്താ ഫൈൻഡ് ദ വാല്യൂ ബി മൈനസ് എ, ബിയും എയും തമ്മിലുള്ള വ്യത്യാസം. അതായത് ഇവിടെ ബി എയും തമ്മിലുള്ള വ്യത്യാസം എത്ര? 125 100 തമ്മിലുള്ള വ്യത്യാസം 25. അപ്പൊ ഒരു യൂണിറ്റ് ഇത്രയാണെങ്കിൽ 25 യൂണിറ്റ് എത്രയാണ് അങ്ങനെ കാണാം? 24/11 25 കൊണ്ട് ഗുണിക്കുക. 25 24 കൊണ്ട് ഗുണിക്കാനുള്ള എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. ഈ 24 നിങ്ങൾ 6 ഗുണം 4 എന്ന് അസ്യൂം ചെയ്ത് 6 ഗുണം 4 എന്ന് അസ്യൂം ചെയ്ത് അപ്പൊ 25 ഗുണം 4 എത്ര? 100. 100 ഗുണം 6 600. 600/11 ആയിരിക്കും സിമ്പിൾ. ഓക്കെ അല്ലെ? 25 24 കൊണ്ട് ഗുണിച്ചാൽ 600 അറിയാവുന്നവർ കുഴപ്പമില്ല കേട്ടോ. അല്ലാതെ ഇപ്പൊ 6 ഗുണം 4 24 എന്ന് എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് 25 4 ഗുണിച്ചാൽ 100. അപ്പൊ 4ന്റെ ഒരു മൾട്ടിപ്പിൾ ആകുന്ന എളുപ്പം, അതുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. അപ്പൊ 100 ഗുണം 6 600/11 ആയിരിക്കും. ഓക്കെ, നമ്മൾ സെക്കൻഡ് പാർട്ട് 11 മുതൽ 20 ഉള്ള ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. Question: The information below is about the total number of students who like two sports, cricket and football in two schools X and Y. Okay. The number of students who like only football in school Y is 50. The number of students who like only cricket in school X and that of school Y are in the ratio 4:5 respectively. Okay. അപ്പോൾ only cricket, only football എന്ന് പറയുന്നത് വെൻ ഡയഗ്രം ആണ്. പക്ഷെ നമുക്ക് ആദ്യമേ ഡേറ്റാസ് എല്ലാം ഒന്ന് വേണം. അപ്പോ നമുക്ക് ആദ്യമേ എക്സ് ഉണ്ട്, വൈ സ്കൂൾ ഉണ്ട്. ഓക്കെ, ഇനി ഫസ്റ്റ് പറഞ്ഞിരിക്കും ഓരോ ഡേറ്റാസ് നമുക്ക് വായിക്കുമ്പോൾ തന്നെ എടുത്ത് എഴുതാൻ നോക്കാം. അപ്പൊ നമ്പർ ഓഫ് ഫുട്ബോൾ ഓൺലി എന്നല്ലേ ആദ്യം പറഞ്ഞിരിക്കുന്നത് അല്ലെ? നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ലൈക്ക് ഓൺലി ഫുട്ബോൾ ഇൻ സ്കൂൾ വൈ, വൈയിലാണ് 50. ഓക്കെ, അത് എടുത്തെഴുതി. ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ലൈക്ക് ഓൺലി ക്രിക്കറ്റ് ഇൻ സ്കൂൾ എക്സ് ആൻഡ് ദാറ്റ് ഓഫ് സ്കൂൾ വൈ are in the ratio 4:5. The number of students who like only cricket in school X. Only cricket. Number of students who like only cricket in school X and that of school Y. ഇതിൽ നമ്മളെ റേഷ്യോ ആണ് 4:5. അപ്പൊ നമുക്ക് റേഷ്യോ എഴുതാം 4:5. അപ്പൊ ഇവിടെ എക്സും വൈ ഒക്കെ ഒരു വേരിയബിൾ ഉള്ളതുകൊണ്ട് ഞാൻ ചുമ്മാ വേറൊരു വേരിയബിൾ എടുത്താണ്. കാര്യം നമുക്ക് ഇത് വെച്ച് ഇനി കമ്പയർ ചെയ്യാൻ വരുമായിരിക്കും. 4/5. The number of students who like only cricket and football together. അപ്പൊ ഇനി അത് രേഖപ്പെടുത്താം. only football and cricket. Football and cricket together. In school X, Xലത് is 50% of the total students who like only cricket in school X. only cricket എത്രയായിരുന്നു? 4. അതിന്റെ 50% എന്ന് പറഞ്ഞാൽ പകുതി ആയിരിക്കും, 2A ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ലൈക്ക് ഓൺലി ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ ടുഗദർ ഇൻ സ്കൂൾ വൈ, സ്കൂൾ വൈയിലെയാണ് പറയുന്നത്, ഫുട്ബോൾ ആൻഡ് ക്രിക്കറ്റ് ടുഗദർ ഈസ് 10 മോർ ദാൻ ദാറ്റ് ഇൻ സ്കൂൾ എക്സ്. അത് ഇതിനേക്കാളും 10 കൂടുതലാണ്. അപ്പൊ 2A + 10. ഇതുകൊണ്ടാണ് നമ്മളെല്ലാം വേരിയബിൾ ആക്കി എഴുതുന്നത് ആണ് ബെറ്റർ എന്ന് പറയുന്നത്. റേഷ്യോയെ നമുക്ക് ഇങ്ങനെ കമ്പയർ ചെയ്യേണ്ടി വരും. ഓക്കെ, ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ലൈക്ക് ക്രിക്കറ്റ് ഇൻ സ്കൂൾ വൈ ഈസ് 59. സ്കൂൾ വൈയില് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആയിരിക്കും? ഇതല്ല, അതായത് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവരെന്ന് പറയുമ്പോഴേ ക്രിക്കറ്റ് മാത്രം ഇഷ്ടപ്പെടുന്നവരും ഫുട്ബോളും ക്രിക്കറ്റും ഇഷ്ടപ്പെടുന്നവരും അതിൽ വരും. അപ്പൊ അതിന്റെ ടോട്ടൽ ആണ് 59. നമുക്ക് ഇങ്ങോട്ട് എഴുതണം. ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ലൈക്ക് ഓൺലി ഫുട്ബോൾ ഇൻ സ്കൂൾ എക്സ്, ഓൺലി ഫുട്ബോൾ ഇൻ സ്കൂൾ എക്സ് ഈസ് 20 മോർ ദാൻ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ലൈക്ക് ഓൺലി ഫുട്ബോൾ ഇൻ സ്കൂൾ എ. അപ്പോ ഈ 50നേക്കാൾ 20 കൂടുതലായിരിക്കും. ഇപ്പൊ ഇത് 70 കിട്ടി. ഡേറ്റാസ് കിട്ടി. ഇനി നമുക്ക് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ പറഞ്ഞ ഹിന്റ്, ഇത് എന്താണ് ഹിന്ദ? നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ലൈക്ക് ക്രിക്കറ്റ് ഇൻ സ്കൂൾ വൈ ഈസ് 59 എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ടോട്ടൽ ഈ ടോട്ടൽ ആയിരിക്കും. അതായത് 5Aയും 2A + 10. ടോട്ടൽ എത്ര? 7A + 10. ആ 7A + 10 ആണ് 59 എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് 7 എന്ത് കിട്ടും? 59 - 10 ആവും. -10 എത്ര? 59 - 10 എത്ര? 49. ഡയറക്റ്റ് ക്യാൻസൽ ആവുന്നതാണ്
അപ്പൊ എ എത്ര കിട്ടി? 7 എന്ന് കിട്ടി. A7 എന്ന് കിട്ടിയെങ്കിൽ നമുക്ക് ഇവരുടെ എല്ലാം കറക്റ്റ് വാല്യൂ എഴുതാല്ലേ. ഇതാ അപ്പൊ എത്ര വരും? ഇത് 28 ആയിരിക്കും. ഇവിടോ 7 5 35 ആയിരിക്കും. ഇതെത്ര? 7 14 ഇവിടെ 14 10 24 ഓക്കെ, അപ്പൊ ഡേറ്റ എല്ലാം കിട്ടി. ഇനി നമ്മൾ ഇത് എങ്ങനെ എടുത്തെഴുതുന്നത് ശ്രദ്ധിച്ചോ. നമ്മൾ വെൻ ഡയഗ്രാം വരയ്ക്കുകയാണ്. അപ്പൊ ഇത് സ്കൂൾ എക്സ്, സോറി, ഇത് ക്രിക്കറ്റിനെ ഡിനോട്ട് ചെയ്യും. ഇത് ക്രിക്കറ്റും ഇത് ഫുട്ബോളിനെ ഡിനോട്ട് ചെയ്യുന്ന രണ്ട് സർക്കിൾസ് ആണ് ഇത്. ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നോർമലി ഉള്ള രീതിയിലല്ല. കാര്യം ഇത് രണ്ട് സ്കൂളുകളുടെ ഡേറ്റ. അപ്പൊ മുകളില് ഇത് ഞാൻ ഒരു വര വെച്ച് രണ്ടാക്കിയിട്ട് ഇത് സ്കൂൾ എക്സിനെ റെപ്രസെന്റ് ചെയ്യും മുകളില്, ഇത് താഴെ സ്കൂൾ വൈയെ റെപ്രസെന്റ് ചെയ്യുന്നു നമുക്ക് പറയാം. ഇനി നമുക്ക് ഓരോ ഡേറ്റ എടുത്തെഴുതാം. ഫുട്ബോൾ ഒള്ളി ഇൻ സ്കൂൾ എക്സ് എത്ര? സ്കൂൾ എക്സിൽ ഫുട്ബോൾ ഒള്ളി എന്ന് പറഞ്ഞാൽ, സോറി, ഫുട്ബോൾ ഒള്ളി ഇതാണ് 70. സ്കൂൾ വൈയിൽ ഫുട്ബോൾ ഒള്ളി എത്രയാണ്? 50. ഇനി ക്രിക്കറ്റ് ഒള്ളി ഇൻ സ്കൂൾ എക്സ് എത്രയാണ്? ക്രിക്കറ്റ് ഒള്ളി, ഇതാണല്ലോ ഫുട്ബോൾ ഒള്ളി ഇൻ, ഫുട്ബോൾ ഒള്ളി ഇൻ സ്കൂൾ എക്സ്. ഫുട്ബോൾ ഒള്ളി ഇൻ സ്കൂൾ എക്സ് 70. ഫുട്ബോൾ ഒള്ളി ഇൻ സ്കൂൾ വൈ എന്ന് പറയുമ്പോൾ ഇതായിരുന്നു, സോറി, ഇതല്ല. ഇനി ക്രിക്കറ്റ് ഒള്ളി ഇൻ സ്കൂൾ എക്സ്, ഇത് ക്രിക്കറ്റിന്റെയാണ്, ഇത് സ്കൂൾ എക്സ് ആണ്. അപ്പൊ അത് 28. ഇനി ക്രിക്കറ്റ് ഒള്ളി ഇൻ സ്കൂൾ വൈയോ 35. ഇനി അടുത്തത് ഫുട്ബോൾ ആൻഡ് ക്രിക്കറ്റ്. ഫുട്ബോൾ ആൻഡ് ക്രിക്കറ്റ് ഇൻ സ്കൂൾ എക്സ് എന്ന് പറയുന്നത് 14. അതായത് രണ്ടും കൂടെ ചേർന്ന് വരുന്നത് ഇതാണ് 14. ഇനി രണ്ടും കൂടെ ചേർന്ന് വരുന്ന വൈയുടേത് എത്ര? 24. ഓക്കെ, അപ്പൊ ഇത്രയും നമ്മൾ നോട്ട് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ റേഷ്യോ സ്റ്റുഡൻസ് ഹു ലൈക്ക് ഒൺലി ഫുട്ബോൾ ഇൻ സ്കൂൾ എക്സ് ടു ദോസ് ഇൻ സ്കൂൾ വൈ? ഒൺലി ഫുട്ബോൾ ഇൻ സ്കൂൾ എക്സ്, ഒൺലി ഫുട്ബോൾ ഇൻ സ്കൂൾ എക്സ് എത്ര? 70. ഇത് 50. 7:5 ആയിരിക്കും സിമ്പിൾ ആയിട്ട്. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ. ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ലൈക്ക് ബോത്ത് സ്പോർട്സ് ഇൻ സ്കൂൾ വൈ. സ്കൂൾ വൈയിലെ രണ്ടും ഇഷ്ടപ്പെടുന്നു, ബോത്ത് സ്പോർട്സ്. ഈസ് വാട്ട് പെർസെന്റേജ് മോർ ദാൻ ദോസ് ഇൻ സ്കൂൾ എക്സ്? സ്കൂൾ എക്സിനേക്കാൾ എത്ര കൂടുതലാണ്? രണ്ട് സ്പോർട്സ് ഇഷ്ടപ്പെടുന്നവര് 14ആണ്. സ്കൂൾ വൈയിലേത്, സ്കൂൾ എക്സിലത് 14, സ്കൂൾ വൈഡത് 24 ആണ്. അപ്പൊ നമുക്ക് ചോദിച്ചിരിക്കുന്നത് 24. വൈഡിലത് എത്ര? 24. എക്സിലത് 14. 14 എത്ര കൂടുതലാ? 10 കൂടുതൽ. അപ്പൊ 14 10 × 100. ഏത് സ്കൂൾ വൈ ഈസ് വാട്ട് പെർസെന്റേജ് മോർ ദാൻ സ്കൂൾ എക്സ്? 14 എത്ര? അപ്പോൾ ഇവിടെ നമ്മള് അപ്രോക്സിമേറ്റ് ആണ്. ഓക്കെ, അപ്പം 7 വെച്ച് ക്യാൻസൽ. ആദ്യമേ പകുതി എടുത്താൽ സോറി, ഇതിന്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ 7, ഇതിന്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ 50. ഇവിടെ ഇപ്പൊ 7 7 49.1 വരും. 7.1ന്റെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത 71%. അപ്രോക്സിമേറ്റ് വാല്യൂ ആണിത്. അവർ അപ്രോക്സിമേറ്റ് വാല്യൂ എന്ന് പറയുന്നത് മിക്കവാറും IBPS മിക്കവാറും ക്വസ്റ്റ്യൻ നമുക്ക് അപ്രോക്സിമേറ്റ് വാല്യൂ, അതായത് പോയിന്റ് ഒക്കെ ഉള്ളത് വരും. അതിനെ കറക്റ്റ് അപ്രോക്സിമേറ്റ് എടുക്കാൻ അറിയണം. ഓക്കെ, find the difference between the number of students who like only cricket in school X and the number of students who like only cricket and football together in school Y. Difference ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്തിന്റെയാ? Number of students who like only cricket in school X. Only cricket in school X 28, അതിന്റെയും 28ന്റെയും. പിന്നെ ഏതാ? Number of students who like only cricket and football together in Y. ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ ടുഗദർ. ക്രിക്കറ്റും ഫുട്ബോളും ടുഗദർ ഇൻ വൈ 24 ആണ്. 28 24 നമ്മൾ ഡിഫറൻസ് എത്ര? 4. ഓക്കെ, അടുത്ത പറഞ്ഞാൽ ഫൈൻഡ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ലൈക്ക് ഫുട്ബോൾ ഇൻ സ്കൂൾ എക്സ്. സ്കൂൾ എക്സിലെ ഫുട്ബോൾ. അപ്പൊ ശ്രദ്ധിച്ചോണേ, സ്കൂൾ എക്സിലെ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ
ഈ 70 വരും 14 ഈ 14 കൂടും. കാര്യം ഇത് ഫുട്ബോൾ മാത്രം, ഇത് ഫുട്ബോൾ ക്രിക്കറ്റൂടെ ഉള്ള. അപ്പൊ ഫുട്ബോള് മാത്രം നോക്കുമ്പോഴാണ് 70. ഫുട്ബോൾ എന്ന് മാത്രം, അതായത് ഫുട്ബോൾ ഒൺലി ഫുട്ബോൾ എന്ന് നോക്കുമ്പോഴാണ് 70. അല്ലാതെ ഫുട്ബോള് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ 70 14 കൂട്ടേണ്ടത്. അത് 84. 84 ആൻസർ. അടുത്ത ഫൈൻഡ് ദ റേഷ്യോ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ലൈക്ക് ഓൺലി ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ ടുഗദർ ഇൻ സ്കൂൾസ്. ഓൺലി ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ ടുഗദർ ഇൻ സ്കൂൾസ്. സ്കൂൾ എക്സിലെ ഫുട്ബോൾ ആൻഡ് ക്രിക്കറ്റ് ടുഗദർ 14. പിന്നീട് റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. To the number of students who like only football in school. Only football in school y എന്നാണോ പറഞ്ഞത്? സ്കൂൾ y ആണ്, സ്കൂൾ x ആണ്. സ്കൂൾ x ആണ് 70, സ്കൂൾ y ആണെങ്കിൽ 50. y ആണെങ്കിൽ 50. ഡയറക്റ്റ് ക്യാൻസൽ ആണെന്നല്ലല്ലോ. അപ്പൊ ഇവിടെ പകുതി എടുത്ത 7 25, 7:25 ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്തായാലും DAയിലെ 5 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് പൈപ്പ് ആൻഡ് സിസ്റ്റമിലുള്ള ക്വസ്റ്റ്യൻ ആണ്. Pipe A can fill 30% of a tank in 6 hours and pipe B can fill 40% of the tank in 8 hours. Pipe C is an outlet pipe and can empty the full tank in 25 hours. If the tank is already 50% filled, find the time taken by all the pipes together to fill the remaining part of the. അപ്പൊ ആദ്യം പറഞ്ഞിരിക്കുന്ന പൈപ്പ് എ ഉണ്ട്. എക്ക് 30% അറിയാലോ. 30/100 ചെയ്യുമ്പോൾ 3/10 വരും. 3/10 മാക്സിമം എഴുതി പഠിക്കണം. ഇത് ഇത്രയും ഫില്ല് ചെയ്യാൻ വേണ്ടി 6 മണിക്കൂറാണ്. അപ്പൊ നമുക്ക് ഒരു യൂണിറ്റ് ഫില്ല് ചെയ്യാൻ എത്ര എന്നാണ് കറക്റ്റ് അവിടെ നിന്ന് വേണം ചെയ്തു തുടങ്ങും. അപ്പൊ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്ന ആദ്യം ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 2, ഈ 10 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അതായത് ഒരു യൂണിറ്റ് ഫില്ല് ചെയ്യാൻ 20 മണിക്കൂറാണ് എയുടെ. ഇനി ബിയുടെ നമുക്ക് ഇതാണ് കണ്ടുപിടിക്കാം. ബിയുടെ എത്രയാന്ന് പറഞ്ഞാൽ 40% അറിയാമല്ലോ. എത്രയാ? 2/5 ആണ്. അതായത് 20% 1/5 ആണ്. 40 2/5. ഈ 2/5 പോർഷൻ ഫില്ല് ചെയ്യാൻ 8 മണിക്കൂറാകേണ്ടത്. ഇവിടെ നമുക്ക് ഒരു പോർഷൻ മൊത്തം ഫില്ല് ചെയ്യാനുള്ള കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യമേ 2 8 ക്യാൻസൽ ചെയ്യാൻ 4, ഇങ്ങോട്ട് ഗുണിക്കുമ്പോൾ ഒരു യൂണിറ്റ് ഫില്ല് ചെയ്യാൻ 20 മണിക്കൂർ. അപ്പൊ 2 സെയിം തന്നെ കിട്ടി. ഇനി സി ഔട്ട്ലെറ്റ് പൈപ്പ് ആണ്, എംറ്റി ചെയ്യാണ്, 25 മണിക്കൂറുണ്ട്. അപ്പൊ നമ്മളൊരു മൈനസ് സൈൻ കൊടുക്കും, ഇതെല്ലാം പ്ലസ് സൈൻ കൊടുക്കും. അപ്പൊ ഇങ്ങോട്ട് മാറ്റി എഴുതാം. എ ഫില്ല് ചെയ്യാണ് 20 പ്ലസ് എന്ന് കൊടുക്കും. ബി ഫില്ല് ചെയ്യാണ് 20 മണിക്കൂർ കൊണ്ട് പ്ലസ് കൊടുക്കും. സി ഡ്രെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഔട്ട്ലെറ്റ് പൈപ്പ് ആണ്, മൈനസ് കൊടുക്കും. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാലും മതി. അപ്പൊ ഇതിന്റെ 3ന്റെ LCM അല്ലെ ടോട്ടൽ നോക്കുന്നത്. ടൈം ആൻഡ് വർക്ക് ചെയ്യുന്ന പോലെ 3ന്റെ LCM ആണ് ടോട്ടൽ വർക്കായിട്ട് എടുക്കുന്നത്. ഇപ്പൊ 25 20ന്റെ LCM എത്ര? 25ന്റെ 4th മൾട്ടിപ്ലൈ 100 വരും. ഇതിന്റെ എല്ലാത്തിനും ഒരു കോമൺ മൾട്ടിപ്പിൾ എടുത്താൽ LCM തന്നെ വരണമെന്നില്ല, കോമൺ മൾട്ടിപ്പിൾ മതി. LCM എടുക്കുന്നതാണ് ഏറ്റവും എളുപ്പം. അപ്പൊ ഇതിന്റെ എഫിഷ്യൻസി 5, അതായത് 20/5 ആണ് 100. ഇവിടെ ഇതിന്റെ എഫിഷ്യൻസി 5, 20/5 ആണ് 100. ഇവിടെ ഇതിന്റെ എഫിഷ്യൻസി 4. അതായത് ഓരോ അവറിൽ, ഇവിടെ അവറിലാണ് തരിക, ഓരോ അവറിൽ 5 യൂണിറ്റ് ഫില്ല് ചെയ്യും, ഇത് 5 യൂണിറ്റ് ഫില്ല് ചെയ്യും. ഇപ്പൊ ടോട്ടൽ 10 യൂണിറ്റ് ഫില്ല് ചെയ്യും. ഇയാള് 4 യൂണിറ്റ് കളയും, ഡ്രെയിൻ ചെയ്യും, ആ വെള്ളം കളയും. അപ്പൊ 10 4 പറഞ്ഞാൽ 6 യൂണിറ്റ് ആയിരിക്കും ഇവര് 1 മണിക്കൂറിൽ ചെയ്യുന്നത്. അതായത് ഇവരെല്ലാം ഒരുമിച്ചല്ലേ ചെയ്യുന്നത്. ടാങ്ക് ഇനി ഓൾറെഡി 50% ഫില്ല് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടോട്ടല് ടാങ്കിന്റെ കപ്പാസിറ്റി 100 യൂണിറ്റ് ആണ്. 100 യൂണിറ്റ് വർക്കാണ് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ പകുതി ഫില്ല് എന്ന് പറയുമ്പോൾ 50 യൂണിറ്റ് ഫില്ലാണ്. ബാക്കി 50 ഫില്ല് ചെയ്താൽ മതി. അപ്പൊ അതിന്റെ ടൈം ടേക്കൺ ബൈ ഓൾ ദ പൈപ്സ് ടു. അതെല്ലാം കൂടെ ഒരു മണിക്കൂറിൽ എത്ര ചെയ്യുന്ന ഞാൻ പറഞ്ഞ 5ഉം 5 കൂടെ 10 ഫില്ല് ചെയ്യും, 4 കളയും. 10 4 കുറച്ച് 6 യൂണിറ്റ് ആണ് ഇവർ ഫില്ല് ചെയ്യുന്നത്. അപ്പൊ ഇനി 50 യൂണിറ്റ് നമുക്ക് ഫില്ല് ചെയ്യണം. 50/6 അതായത് ടൈം വേണ്ടത്. അപ്പൊ ഇതിന്റെ പാതി എടുത്തു കഴിഞ്ഞാൽ 25/3 ക്യാൻസൽ ചെയ്ത 3 8 24. എങ്ങനെ മിക്സഡ് ഫ്രാക്ഷൻ ആണോ? അല്ല, ഡെസിമൽ ആണ്. അപ്പൊ 8.33 ആയിരിക്കും. 8.33 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ. ദ സം ഓഫ് ദ ബ്രെഡ്ത്ത് ഓഫ് എ റെക്ടാംഗിൾ. ബ്രെഡ്ത്ത് ഓഫ് എ റെക്ടാംഗിളിന്റെ സമ്മും ആൻഡ് സൈഡ് ഓഫ് എ സ്ക്വയർ.
സ്ക്വയറിന്റെ സൈഡിന്റെ സം 28 ആണ്. ഇഫ് ദ പെരിമീറ്റർ ഓഫ് ദ റെക്ടാംഗിൾ ഈസ് 50 മീറ്റർ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്ത് 2 പ്രാവശ്യം കൂട്ടും, ബ്രെഡ്ത്തും 2 പ്രാവശ്യം കൂട്ടും. ഇതാണ് 50 എന്ന് പറഞ്ഞിട്ടുള്ളത്. 50, സോറി. ആൻഡ് ദ ലെങ്ത് ഓഫ് ദ റെക്ടാംഗിൾ ഈസ് 16. ലെങ്ത് 16 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ 16 32 പ്ലസ് 2 ടൈംസ് ദ ബ്രെഡ്ത്ത് ആയിരിക്കും 50. അപ്പൊ ഇവിടെ 2 ടൈംസ് ബ്രെഡ്ത്ത് എത്ര നമുക്ക് കിട്ടും? 50 32 കുറച്ചാല് 18. 2 ടൈംസ് ബ്രെഡ്ത്ത് 18 ആണെങ്കിൽ ബ്രെഡ്ത്ത് എത്ര ആയിരിക്കും? 9 കിട്ടും. ഇതൊക്കെ ഞാൻ ജസ്റ്റ് എഴുതിയെന്നുള്ളൂ. നിങ്ങൾക്ക് ഇതൊക്കെ ബൈ പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നത്, എഴുതേണ്ട ആവശ്യം പോലും ഇല്ല. then find the side of the square. അപ്പോ ബ്രെഡ്ത്ത് 9 ആണെങ്കിൽ സൈഡ് എത്ര ആയിരിക്കും? 9 ഇവിടെ എത്ര കൂട്ടിയാലാണ് 28 കിട്ടുന്നത്? 19 കൂട്ടിയാൽ സിമ്പിൾ. മെൻസുറേഷന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു, അത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 18. മോഹൻ സ്പെൻസ് 40% ഓഫ് മന്ത്ലി സാലറി ഓൺ റെന്റ് ആൻഡ് 30% ഓൺ ഫുഡ്. ഓക്കെ, ഫ്രം ദ റിമൈനിങ് എമൗണ്ട് ഹി ഗിവ്സ് മണി ടു ഹിസ് ബ്രദർ ആൻഡ് സിസ്റ്റർ ഇൻ ദ റേഷ്യോ 5:3. If the difference between the amounts given to his brother and sister is rupees 6,000, what is Mohan monthly salary? Okay, അപ്പൊ നമുക്ക് 100 അസ്യൂം ചെയ്ത് നോക്കാം, കിട്ടുമോ നോക്കാം. 100 രൂപയാണ് അയാളുടെ സാലറി എന്ന് അസ്യൂം ചെയ്യുക. 100 രൂപ ആയിരുന്നുവെങ്കിൽ 40%, 100ന് 40% എത്ര? 40 തന്നെ. അതുകൊണ്ടാണ് നമ്മൾ 100 അസ്യൂം ചെയ്യുന്നത്. ഇയാൾ എന്തിനു കൊടുത്ത? റെന്റില്. ബാക്കി 30%, 30 രൂപ ഫുഡില്. 40 30 70 ഇനി ബാക്കി റിമൈനിങ് എത്രയാണ്? 30 രൂപയാണുള്ളത്. ആ 30 രൂപ അയാൾ എങ്ങനെ കട്ട് ചെയ്തു? 5:3 എന്ന് പറയുന്ന റേഷ്യോയിൽ കട്ട് ചെയ്തു. എന്ന് വെച്ചാൽ ടോട്ടൽ 8 യൂണിറ്റ് ആണ് 30. ഓക്കെ, നമുക്കിനി ഇവർ തമ്മിൽ ഡിഫറൻസ്, 5 3ന്റെ ഡിഫറൻസ് തരാം, 2 യൂണിറ്റ്. അപ്പൊ 8 യൂണിറ്റ് 30 ആണ്, 2 യൂണിറ്റ് എങ്ങനെ കാണണം? 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതല്ലേ 2. അപ്പൊ ഇവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എളുപ്പം അങ്ങനെ 30ന്റെ പാതി ആദ്യം എടുക്കാം, 15. വീണ്ടും അതിന്റെ പാതി എടുക്കാം, അപ്പൊ 7.5 യൂണിറ്റ് ഉണ്ട്. ഇപ്പൊ 2 യൂണിറ്റിന് ഇക്വലന്റ് ആയിട്ട് 7.5 യൂണിറ്റ് ആണ് കിട്ടുന്നത്. ഇനി 7.5ക്ക് ഇക്വലന്റ് ആയിട്ട് അവര് പറഞ്ഞിരിക്കുന്ന കറക്റ്റ് വാല്യൂ എത്ര? 6000. അപ്പൊ ഇത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇതിനെ ഡബിൾ ചെയ്തിട്ടോ അല്ലെ 10 കൊണ്ട് ഗുണിച്ചിട്ടോ ചെയ്യാം. നിങ്ങൾക്ക് ഈ ഡെസിമൽ വെച്ച് ക്യാൻസൽ ചെയ്യാൻ പാടുണ്ട്. ഞാൻ ഡെസിമൽ വെച്ച് കറക്റ്റ് പറഞ്ഞുതരാം ക്യാൻസൽ ചെയ്യുന്നത്. 7.5ന്റെ സെക്കൻഡ് മൾട്ടിപ്പിൾ എത്ര? 7 2 കൊണ്ട് ഗുണിച്ചെത്ര? 15. ആ 15നെ 4 കൊണ്ട് ഗുണിച്ചെത്ര? 60. അപ്പൊ ആദ്യം 2 കൊണ്ട് ഗുണിച്ചു, പിന്നെ 4 കൊണ്ട് ഗുണിച്ചു. അപ്പൊ എഫക്റ്റീവ് ആയിട്ട് എത്ര കൊണ്ടാണ് ഗുണിച്ചത്? 8 കൊണ്ട്. 2 4 2 4 8. അപ്പൊ 8 പ്രാവശ്യം 60 ആയില്ലേ? 60 പിന്നെ 2 0 എങ്കിൽ അപ്പൊ ഒരു യൂണിറ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഒരു യൂണിറ്റ് 800 കിട്ടി എങ്കിൽ 100 യൂണിറ്റ് 800 കൂടെ 2 പൂജ്യം കൂടെ കൊടുക്കും, 9,000 ആയിരിക്കും നമ്മളുടെ കറക്റ്റ് ആൻസർ. അതായത് കറക്റ്റ് മന്ത്ലി സാലറി 100 എന്ന് അസ്യൂം ചെയ്തതുകൊണ്ട്. ഓക്കെ, 19. A train running at the speed of 90 km/h crosses a platform whose length is 3/4 of its own length in 50 seconds. Find the time in seconds taken by train A to cross another train B whose length is 1.5 times of train A and running at 72 km/h in the same direction. Same direction. അപ്പൊ റിലേറ്റീവ് സ്പീഡ് ആണ് എടുക്കേണ്ടത്. തുടക്കം മുതൽ നമുക്ക് എയുടെ സ്പീഡ് km/h അല്ല, പക്ഷെ ഫൈനലി ചോദിച്ചിരിക്കുന്ന സെക്കൻഡില്ല. അപ്പൊ നമുക്ക് എന്തായാലും m/s ആക്കണം. അപ്പൊ 98 m/s ആക്കാൻ 5/18 കൊണ്ട് ഗുണിക്കും. 18 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 18 5 ആണ് 90, 25 m/s ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് സ്റ്റെപ്പ് എഴുതാതെ വേണം ചെയ്യാം. ഞാനത് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഇനി ഇതൊരു പ്ലാറ്റ്ഫോം ക്രോസ് ചെയ്യുക. അതിന്റെ പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് 3/4 ഓഫ് ഇറ്റ്സ് ഓൺ ലെങ്ത്. അതിന്റെ ലെങ്തിനേക്കാൾ 3/4 ഉണ്ട്. അപ്പൊ ടോട്ടൽ അത് എത്ര കവർ ചെയ്യണം? അതായത് അപ്പൊ അതിന്റെ ലെങ്ത് 1 യൂണിറ്റ് ആണെന്ന് കരുതുക. എന്നിട്ട് 1 യൂണിറ്റ് 4/4, പിന്നെ 3/4 കവർ ചെയ്യണം. മൊത്തം ഇപ്പൊ എത്ര? 7/4 ടോട്ടൽ കവർ ചെയ്യാനാണ് എത്ര? 25 m/s സ്പീഡിൽ എത്ര സമയം എടുക്കും? 50 സെക്കൻഡ്. അപ്പൊ ടോട്ടൽ എത്ര ദൂരം സഞ്ചരിച്ചാണ്? 25 5 125 കഴിഞ്ഞിട്ട് ഒരു 0. 7/4 യൂണിറ്റ് ക്രോസ് ചെയ്യാൻ എത്ര? അപ്പൊ 1 യൂണിറ്റ് ക്രോസ് ചെയ്യാൻ, അതായത് ഫുള്ള് അതിന്റെ ലെങ്ത് ക്രോസ് ചെയ്യാൻ എത്ര വേണം? പക്ഷെ ഇത് ക്യാൻസൽ ആവുന്നതല്ലല്ലോ 7. അപ്പൊ നമുക്ക് 4നെ ഇങ്ങോട്ട് ഗുണിക്കാം. 125 4 എത്ര ആയിരുന്നത്? 500 ആണ്. 500 കഴിഞ്ഞിട്ട് ഒരു 0/7. ഇതായിരിക്കും അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇപ്പൊ ഇത് ക്യാൻസൽ ആവുന്നതല്ല, ഇത് ഇരിക്കട്ടെ, നമുക്ക് അടുത്തത് നോക്കാം. കാര്യം ഇവിടെ അപ്രോക്സിമേറ്റ് അല്ലേ, ഇപ്പൊ പോയിന്റ് ഒക്കെ വരുന്നതായിരിക്കും മേ ബി.
ഇനി ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ ട്രെയിൻ എ ടു ക്രോസ് അനദർ ട്രെയിൻ ഹൂസ് ലെങ്ത് 1.5 എന്ന് വെച്ചാൽ 3/2. അപ്പൊ ഇതിനേക്കാളും 3/2 ലെങ്ത് ഉള്ള എൻ ബി. ഓക്കെ, അത് ഓർക്കണം. ആ ബിയുടെ സ്പീഡ് പറഞ്ഞിട്ടുണ്ട് 72 km/h സ്പീഡ് എന്ന് പറയുമ്പോൾ അതിനെ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇവിടെ 18 4 കൊണ്ട് ക്യാൻസൽ ആവുന്നതാണ്. 18 4 72 20 കിട്ടും. ഇനി ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ സോറി സെയിം ഡയറക്ഷൻ ആണെങ്കിൽ രണ്ട് ട്രെയിൻസ് സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അപ്പൊ ഒരേ ഡയറക്ഷനിൽ പോകുന്നു. അപ്പോ റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വലിയ സ്പീഡിൽ നിന്ന് ചെറുത് കുറയ്ക്കുന്നതായിരിക്കും. അപ്പം 25 20 കുറച്ച് 5 റിലേറ്റീവ് സ്പീഡ് എടുക്കേണ്ടത്. ഇനി എത്ര ഡിസ്റ്റൻസ് അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടൈം അല്ലേ? ടൈം ഇൻ സെക്കൻഡ്. ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് എത്ര കവർ ചെയ്യണം? ഇത് 5000/7 ആണോ? അല്ല, അതിനേക്കാൾ എത്ര? 3/2 ടൈംസ് എന്നാണ്. ഇതെത്ര? ഓക്കെ, ഇത് ഇനി ഇതിന്റെ റിലേറ്റീവ് സ്പീഡ് 25 20 കുറച്ചാൽ 5. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് സിംപ്ലിഫൈ ആണ്. ഇതൊക്കെ അങ്ങനെ നമുക്ക് ക്യാൻസൽ ആവുമായിരിക്കാം. 5000/7 ഇൻറ്റു 3/2. ഈ 5 എന്നുള്ള 5/1 സങ്കല്പിച്ചേ. ഇത് മുകളിൽ പോകുമ്പോ എന്താവും? 1/5 എന്നാവും. 5 കൊണ്ട് ക്യാൻസൽ ചെയ്ത ഇവിടെ 1000. ഇവിടെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്ത 500. 500 ഗുണം 3 1500. ഇത് എവിടെ പ്രശ്നമുണ്ടോ? 100 400 500 5000/7 ആണ്. 3/2 1.5 times 3/2. ടൈം 5/1 കറക്റ്റ് ആണല്ലോ. ഇൻറ്റു 1/5. 5 കൊണ്ട് ക്യാൻസൽ ചെയ്ത 1000. 2 കൊണ്ട് ക്യാൻസൽ ചെയ്താല് 500. 3 15 1500/7. അത് കിട്ടത്തില്ലല്ലോ. ഓപ്ഷൻ ഉള്ളതൊന്നും വരത്തില്ലല്ലോ. എവിടെയാണ് പ്രശ്നം വന്നത്? ട്രെയിന് 100 km/h 25 m/s. അപ്പം 7/4 യൂണിറ്റ് കവർ ചെയ്യാനാണ് 1250. 25 ഓക്കെ. 4 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 125 400 500 ആണോ? 500 0/7. ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലെങ്ത് 5000/7 ആണ്. ഇനി ഓക്കെ നമ്മള് ഇതിന്റെ മാത്രമേ ലെങ്ത് എടുത്തോളൂ. രണ്ടിന്റെ ലെങ്ത് ഇപ്പൊ ട്രെയിൻ ബിയുടെ ലെങ്താ. ട്രെയിൻ എയുടെ ലെങ്ത് കൂടെ എടുത്തില്ല. സോറി 5000/7 കൂടെ ആഡ് ചെയ്യണം. അതാണ് തെറ്റ് വന്നത്. ഈ സ്റ്റെപ്പ് തെറ്റാണ്. സോറി. അപ്പൊ 5000/7 ഇവിടെ 5000 ഗുണം 3. ഇപ്പൊ നമുക്ക് സിമ്പിൾ 15000 അല്ലേ ബൈ 14 വരും. പ്ലസ് ഇവിടെ 5000/7 അതേ ഹോൾ ഡിവൈഡ് ബൈ ആണ് 5 വരുന്നത്. അപ്പൊ ഇവിടെ ഞാൻ രണ്ടിടത്തും സെയിം ഡിനോമിനേറ്റർ ആകെ 2 കൊണ്ട് ഗുണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു 10000 ഇപ്പൊ 10000/14 ആവത്തില്ലേ? ഇപ്പൊ രണ്ടും ബേസ് സെയിം ആയി. ഇനി ഒരുമിച്ച് കൂട്ടാറില്ല. 10000 15000 കൂടെ കൂട്ടിയ 25000 ആണ്. 25000/14. പിന്നെ മുമ്പേ ചെയ്ത കണക്ക് 5 റെസിപ്രോക്കൽ ആവും. 1/5 എന്നാവും. 5 കൊണ്ട് ക്യാൻസൽ ചെയ്താല് 5×25 5000/14 അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. 14 ഡയറക്റ്റ് ക്യാൻസൽ ചെയ്യാൻ പോകും. നമുക്ക് 7 വെച്ച് വേണം ക്യാൻസൽ ചെയ്യാം. 14 വെച്ചാകുമ്പോൾ ഞാൻ പറയാം 3 പ്രാവശ്യം 14 എത്രയാണ്? 42. ബാക്കി ഒരു 8 ഇല്ലേ? 8 0 എടുത്തുകൊണ്ട് 80. 80-നകത്ത് 14 5 70. ബാക്കി ഒരു 10 ഉണ്ട്. പിന്നെ ഒരു 0 ഉണ്ട്. 100 ആവും. 100-നകത്ത് 7 പ്രാവശ്യം 98. പിന്നെ ഒരു പോയിന്റ് ആയിരുന്നു 357 പോയിന്റ് സംതിങ് ആയിരിക്കും. നമുക്ക് 357 എന്നുള്ള റൗണ്ട് ചെയ്യാം.
ഓക്കെ, അപ്പൊ ഇതാ ഇവിടെ പ്രശ്നം വന്ന എന്തായിരുന്നു, ഇവിടുത്തെ ടോട്ടൽ ഡിസ്റ്റൻസ് ഞാൻ ബിയുടെ മാത്രം, സോറി, ഈ ബിയുടെ ലെങ്ത് മാത്രം എടുത്തു. അതായത് എയുടെ ലെങ്ത് ഇൻറ്റു 3/2. പക്ഷെ രണ്ടുപേരും ക്രോസ് ചെയ്യണേ രണ്ടുപേരുടെ ടോട്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്യണ്ടേ. അപ്പൊ എയുടെ ലെങ്ത് കൂടെ ആഡ് ചെയ്യാൻ മറന്നു. അതാണ് നമുക്ക് ആദ്യം കിട്ടാനത്. ഓക്കെ, അടുത്തത് 20. റിയ സ്റ്റാർട്ടഡ് എ ബിസിനസ് ബൈ ഇൻവെസ്റ്റിംഗ് റുപ്പീസ് എത്രയാ വെച്ചാൽ 1,20,000 1,20,000, ഐ മീൻ 1,20,000. ആഫ്റ്റർ 3 months താനു ജോയിൻഡ് ഹർ വിത്ത് 1,80,000. And after another 5 months, Ria withdrew 1/4 of her investment and Tanu added rupees 60,000 more. Okay. At the end of the year, total profit തന്നിട്ടുണ്ട്. റിയയുടെ പ്രോഫിറ്റ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം, ഇവിടെ എല്ലാവർക്കും ഇത്രയും വലിയ സംഖ്യ വെച്ച് ഗുണിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പാട് വരാം. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ അപ്പൊ ഇച്ചിരി ഒന്ന് ടഫ്നെസ് കുറയ്ക്കാൻ വേണ്ടി ഇവിടുത്തെ 4 0, ഈ 4 0, 4 0, 4 0, 4 0 കട്ട് ചെയ്യാമല്ലോ. ആ 4 0 കട്ട് ചെയ്തല്ലോ, ഇവിടുത്തെ 4 0 കട്ട് ചെയ്തു. അപ്പൊ ശ്രദ്ധിക്കുക, പിന്നെ ഉള്ളത് റിയയുടെ 12 യൂണിറ്റ് ആണ്. 12 യൂണിറ്റ് വീതം, അതായത് 1,20,000 പൂജ്യങ്ങളെല്ലാം കട്ട് ചെയ്തു. ആഫ്റ്റർ 3 months തനു ജോയിൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് എമൗണ്ട്. ഇപ്പൊ റിയയുടെ ആദ്യം നമുക്കൊന്ന് എഴുതാം. 12 ആഫ്റ്റർ അനദർ 5 months റിയ വിഡ്രോ. ഇപ്പൊ റിയ 8 മാസം വരെ ഇതായിരുന്നു ഇൻവെസ്റ്റ്മെന്റ് കേട്ടോ. പിന്നെ 8 മാസം കഴിഞ്ഞിട്ടാണ് 1/4 വിഡ്രോ ചെയ്തത്. 12ന്റെ 1/4 ഇത്ര വരും, 4 കൊണ്ട് ക്യാൻസൽ 3 വിഡ്രോ ചെയ്തു. 3 വിഡ്രോ ചെയ്താൽ ബാക്കി 9 യൂണിറ്റ് ആയിരിക്കും. 9 യൂണിറ്റ് എത്ര മാസത്തേക്കാ ബാക്കി? ഇപ്പൊ 4 മാസത്തേക്കായിരിക്കും. അപ്പൊ ഇയാളുടെ ടോട്ടൽ ഇത്ര 12 96 പ്ലസ് 9 36 9 3 12 120 6 6 12 132 യൂണിറ്റ് വരും. പൂജ്യങ്ങളെ ക്യാൻസൽ ചെയ്ത് നോക്കണം. ഇനി താനുവിന്റെ നമുക്ക് എഴുതാം. താനു 3 മാസം കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്തത്. പിന്നീട് 5 മാസം വരെ എത്ര ഉണ്ടായിരുന്നു? 18 യൂണിറ്റ് ഉണ്ട്. അപ്പൊ 5 മാസം വരെ 18 യൂണിറ്റ്, 18 പ്ലസ് യൂണിറ്റ് എന്ന് ഞാൻ പറയാം പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്തെന്നാണ്, അല്ലെ 18 രൂപ എന്ന് പറയാം. പിന്നെ 5 മാസത്തിന് ശേഷം എന്തായിരുന്നു? 60,000 കൂടെ ഇൻവെസ്റ്റ് ചെയ്തു അല്ലേ? തനു ആടെ റുപ്യാണ്. അപ്പൊ 18 6 24 യൂണിറ്റ് ആയി. 60,000ന്റെ 6 മാത്രമേ നിങ്ങൾ എടുക്കുന്നുള്ളൂ. 24 ഗുണം ബാക്കി എത്ര മാസം ഉണ്ട്? അതായത് ആദ്യം ബിസിനസ് തുടങ്ങി 3 മാസം കഴിഞ്ഞിട്ടാണ് തനു വന്നത്. 5 മാസം 5 3 8, പിന്നെ ബാക്കി 4 മാസം. 18 90 പ്ലസ് 24 ഗുണം 4 എത്ര? 20 ഗുണം 4 80, 4 16 96, 186 ഉണ്ട്. അപ്പൊ ഇത് തമ്മിലുള്ള റേഷ്യോ നമുക്ക് നോക്കാം. ഇവരുടെ രണ്ടുപേരെ ഇൻവെസ്റ്റ്മെന്റിന്റെ അതേ റേഷ്യോയിലായിരിക്കുമല്ലോ പ്രോഫിറ്റ്. 6 വെച്ച് ക്യാൻസൽ ചെയ്യും. 12 12, വീണ്ടും 12 3 18 1 ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. 22 31 എന്ന് പറയുന്ന റേഷ്യോയിലായിരിക്കും. അപ്പൊ ഇവർക്ക് രണ്ടുകൂടെ ടോട്ടൽ പ്രോഫിറ്റ് എത്ര? 22 31 കൂട്ടിയെ 53 യൂണിറ്റ് ആയിരിക്കും. 53 യൂണിറ്റ് ആണ് ടോട്ടൽ പ്രോഫിറ്റ്. അതിന് പകരം കറക്റ്റ് വാല്യൂ എത്ര പറഞ്ഞിരിക്കുന്നത്? 1,06,000 1,06,000 ആണ്. അപ്പൊ കറക്റ്റ് ക്യാൻസൽ ആവുന്ന നമ്പറാണ്. നോക്കെ 51നെ 2 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് ഇത് കിട്ടുന്നത്. 2 കഴിഞ്ഞിട്ട് 3 0 2000. എങ്കിൽ റിയയുടെ ഷെയർ ഇതല്ലേ റിയയുടെ ഷെയർ. 22നെ 2 കൊണ്ട് വെച്ചാൽ 44 കഴിഞ്ഞിട്ട് 3 0. ഇതായിരിക്കും നമ്മളുടെ ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 21 അപ്രോക്സിമേഷൻ ആണ്. 19.99% ഓഫ് 650.3 is equal to ക്വസ്റ്റ്യൻ മാർക്ക് x into x plus 2.99 into 3.0. അപ്പൊ എങ്ങനെയാണ് അപ്രോക്സിമേറ്റ് ചെയ്യുന്നത്? 19.99 നമ്മൾ 20% ആദ്യം റൗണ്ട് ചെയ്യും. ഓഫ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ. 650.3 650 എന്നായിരിക്കും. ഇവിടെ ഞാൻ ഇപ്പൊ എക്സ് കൊടുക്കാന്നായിരുന്നു, വെച്ചാൽ ഇപ്പൊ x² കിട്ടും. പ്ലസ് ഇവിടെ 2.99 3 ആയിട്ട് റൗണ്ട് ചെയ്യും. ഇവിടെ 3, അപ്പൊ 3 into 3 അവിടെ 9 വരും. അപ്പൊ 20%, പെർസെന്റേജിന്റെ കൂടെ 2 സീറോസ് ഞാൻ ക്യാൻസൽ ചെയ്യാണ്. അപ്പൊ 65 ഗുണം 2 130 എന്ന് വരും. ഇസ് ഈക്വൽ ടു x² പ്ലസ് 9.
ഈ 9 ഇപ്പുറം വരുമ്പോ എന്താവും? 130 മൈനസ് 9 എന്നാവും. അത് എത്ര? 121. 121 ഏതിന്റെ സ്ക്വയർ? 11ന്റെ സ്ക്വയർ. സോ ഓപ്ഷൻ ഇ 11 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യൻ. 49.87% of 720.20 x into 4.99 plus 4.12 into 5.08. അപ്പൊ ഇവിടെ 50% of 720 is equal to x into 5, അതായത് 5x plus 4 into 5, ഇവിടെ 20, ഇവിടെ 4, ഇത് 5, 20. സോ ഇവിടെ പെർസെന്റേജിന്റെ കൂടെ രണ്ട് സീറോസ് ക്യാൻസൽ ചെയ്യുന്നു. ഇപ്പൊ 72 ഗുണം 5, 72 ഗുണം 5, 70 ഗുണം 5 ആണെങ്കിൽ 350, പിന്നെ 5 ഗുണം 2 10, ഇപ്പൊ 360. ഈ 20 ഇപ്പുറം വരുമ്പോൾ -20 ഈസിക്കൽ ടു 5x. 360 20 പോയി കഴിഞ്ഞാൽ 340 ഈസിക്കൽ ടു 5x. അപ്പൊ x എത്ര കിട്ടും? 6 5 30, 8 5 40, 68 ആയിരിക്കും നമ്മുടെ ആൻസർ, ഓപ്ഷൻ എ. ഓക്കെ, 23ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ 112 പ്ലസ് ഇവിടെ 218 ഇൻറ്റു ആണ്, ഇൻറ്റു 11, ഇത് 11 ആയിട്ട് നമ്മൾ റൗണ്ട് ചെയ്യും. പ്ലസ് ഇവിടെ 5 ഇൻറ്റു എക്സ് ആയിരിക്കും, 5 ഇൻറ്റു എക്സ്, അതായത് 4.89 5 വന്ന് എടുക്കും. ഇസ് ഈക്വൽ ടു 279.79 റൗണ്ട് 280 ആയിട്ട് റൗണ്ട് ചെയ്യും. ഓക്കെ, 218 112 ആഡ് ചെയ്യണം. 200 100 ആഡ് ചെയ്യാം 300. 18 12 ആഡ് ചെയ്താലോ 19 20 10 30. അപ്പൊ 330 ഇൻറ്റു 11 പ്ലസ് 5x ഇസ് ഈക്വൽ ടു 280 വരും. ഓക്കെ, 330 ഇൻറ്റു, ഇവിടെ ഒരു ഇത് മിസ്സിംഗ് ആണെന്ന് തോന്നുന്നു. ഇവിടെ ഇത് ഡിവിഷൻ ആണ്. ഓക്കെ, ഡിവിഷൻ ആയിരിക്കും വരുന്നത്. നമുക്ക് ഡിവിഷൻ ഒക്കെ ചെയ്ത് നോക്കാം, എന്നാലും ഇത് ക്യാൻസൽ ആകത്തുള്ളൂ. അപ്പൊ ഇവിടെ 30 വരും ക്യാൻസൽ ചെയ്യുമ്പോൾ. 30 5x ഇസിക്കൽ ടു 30 ഇവിടെ വന്നു കഴിഞ്ഞാൽ 250. അപ്പൊ 5x ഇസിക്കൽ ടു 250 എന്നാവും. സോ എക്സ് എത്ര വരും? 50. ഓക്കെ, അപ്പൊ അവിടെ ഡിവിഷൻ ആയിരുന്നു കേട്ടോ, അത് ക്വസ്റ്റ്യൻ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്, ഇവിടെ ഡിവിഷൻ ആയിരുന്നു കേട്ടോ. ഓക്കെ, ദെൻ 24ാമത്തെ ക്വസ്റ്റ്യൻ. 25% ആണ് ഇത്. 25% നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതി പോവാം, അതല്ലേ എളുപ്പം. 25% 1/4. ഇത് 180 പ്ലസ് 18.9 ആണ്. 19 സ്ക്വയർ എത്രയാണ്? 361 ഇസ് ഈക്വൽ ടു എക്സ് പെർസെന്റേജ് എക്സ് ബൈ 100 എന്ന് എഴുതാം. കാര്യം ഇവിടെ ക്യാൻസൽ ചെയ്യേണ്ടി വരും. 1015 ആയിട്ട് റൗണ്ട് ആവും. ഓക്കെ, ഇപ്പൊ ഇവിടെ ഇത് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ഇത് ആദ്യം ക്യാൻസൽ ചെയ്യാം. 4 16, 20 5 പ്രാവശ്യം, 360 40 കൂട്ടിയാൽ 400 406. സോ 406 ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 1015 ബൈ 100. ഇത് ക്യാൻസൽ ആവണമെങ്കിൽ ഇത് 406 വെച്ച് ഡയറക്റ്റ് ക്യാൻസൽ ആവുന്നതാണോ? ഇതിന്റെ പാതി എടുത്തു കഴിഞ്ഞാൽ രണ്ടു കൊണ്ട് ക്യാൻസൽ ചെയ്യാനില്ല. 406 അല്ലേ നമ്പർ? പെർസെന്റേജ് 180. ഓക്കെ, നമുക്ക് വേറെ ഏത് നമ്പർ വെച്ച് ക്യാൻസൽ ചെയ്യാൻ പോകും? എക്സ് ഇൻറ്റു, ഓക്കെ 406 അവിടെ കിടക്കട്ടെ. ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം 20 പ്രാവശ്യം. ഇത് 5 വെച്ച് 2, പിന്നെ 0 3. ഓക്കെ ഓക്കെ, ക്യാൻസൽ ആവുന്ന 203 2 പ്രാവശ്യം. ഓക്കെ, അപ്പൊ എക്സ് എന്ന് പറയുന്നത് 40 കിട്ടും. ഇത് ക്യാൻസൽ ചെയ്തിട്ട് പെട്ടെന്ന് ചെയ്യാവുന്നതായിരുന്നു. ഓക്കെ, അപ്പൊ ഈ നമ്പേഴ്സ് ക്യാൻസൽ ആവുന്നതാണ്. 25ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് 276 ആണ് ബൈ 12 ഇൻറ്റു, ഇത് 80 ആയിട്ട് റൗണ്ട് ആവും, ബൈ 115 ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 32% ഓഫ് 200. അവിടെ പെർസെന്റേജിലൂടെ 2 സീറോ ക്യാൻസൽ ആയി. 32 2 ഉണ്ട്. ഇവിടെ നമുക്ക് 12 ഡയറക്റ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതാണോ? 12 2 24, ബാക്കി 3 ഉണ്ട്. 36 3 പ്രാവശ്യം. ഇവിടെ 21 ഡയറക്റ്റ് ഇവിടെ ക്യാൻസൽ, 5 പ്രാവശ്യം. 21 5 എത്രയാണ്? 115 ആണ്. 5 വെച്ച് ഇവിടെ ക്യാൻസൽ ചെയ്താൽ
16. 16 കൊണ്ട് ഇങ്ങോട്ട് ക്യാൻസൽ ചെയ്യാം. 2. ഇനി ആരേ ഉള്ളു? 2 2 ഉള്ളു. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ 4 കിട്ടും. ഓപ്ഷൻ എ. ഓക്കെ. അടുത്ത 26 എന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്പർ സീരീസ് ആണ്. അത് മിസ്സിംഗ് നമ്പർ സീരീസ് ആണ്. അതായത് സോറി, റോങ് നമ്പർ സീരീസ് ആണ്. അതായത് ഇതിൽ ഏതോ ഒരു നമ്പർ റോങ് ആണ്, നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ആദ്യമേ നോക്കാം. അപ്പൊ ഇത് എങ്ങനെ പെട്ടെന്ന് ചെയ്യാമെന്ന് വെച്ചിട്ട് നമ്മൾ ആദ്യമേ നമ്പർ സീരീസ് എങ്ങനെയാണെന്ന് നോക്കണം. അതായത് ലാസ്റ്റ് ഒരു വലിയ സഡൻ ചേഞ്ച് ഒന്നുമില്ല. അതായത് സ്റ്റഡി ആയിട്ടാണ് പോകുന്നതെങ്കിൽ അഡീഷണൽ സബ്ട്രാക്ഷൻ സീരീസ് ആവാൻ ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു ഗസ്സിൽ ആദ്യം പോവാം. 1190 1206 ആണെങ്കിൽ എത്ര ആയിരിക്കും കൂടിയത്? 10 കൂടുമ്പം 1200 ഇപ്പൊ 16 കൂടിയിരിക്കുന്നത്. കാരണം ഞാൻ പ്ലസ് ഇടാൻ കാര്യം ഇവിടെ ഇങ്ങോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചത് കുറയല്ലേ. അപ്പൊ നമുക്ക് തിരിച്ച് ഇവിടെ ഇങ്ങോട്ട് പോവാം. 1170 30 കൂട്ടിയാല് 36 കുറയുകയാണ്. ഇപ്പൊ -10 കൊടുക്കുക. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് കൂടുകയാണ്. ഇപ്പൊ ഇവിടുന്ന് ഒരു 30 കൂട്ടിയ 1200 ആവും. വീണ്ടും ഒരു 34, ഇപ്പൊ 64 കൂടാണ്. ഇപ്പൊ തന്നെ എനിക്ക് ഏകദേശം ഗസ് കിട്ടി. എന്താ? ഇത് 4ന്റെ സ്ക്വയർ ആണ്, ഇത് 6ന്റെ സ്ക്വയർ ആണ്, ഇത് 8ന്റെ സ്ക്വയർ ആണ്. എങ്കിൽ ഇവിടെ അടുത്ത് വരേണ്ട 9ന്റെ സ്ക്വയർ ആയിരിക്കും. നോക്കാം. ഇതിൽ ഇങ്ങോട്ട് കുറയുകയാണ്. അപ്പൊ നമുക്ക് തിരിച്ചു കൂട്ടാം. 1104 നിന്ന് എത്ര കൂട്ടിയ 100 കൂടെ കൂട്ടുമ്പോ 1204 ആവും. ഇപ്പൊ ഇവിടെ വർക്ക്സ് ഇപ്പൊ 81 അല്ല വന്നിരിക്കുന്നത്. എത്ര? 130 അല്ലേ? -130. അപ്പൊ അതായിരിക്കും റോങ്. നമുക്ക് വേണം കൺഫേം ചെയ്യാൻ വേണമെങ്കിൽ അടുത്തത് ഇതിൽ നിന്ന് എത്ര കൂടിയിരിക്കുന്നത്? 174 ആണ്. അപ്പൊ ഇത് രണ്ടും റോങ് ആയിട്ട് കിട്ടിയാൽ അതിന്റെ മിഡിലുള്ള 1104 ആയിരിക്കും റോങ്. നമ്മൾ കൺഫേം ചെയ്യാൻ വേണ്ടി മാത്രം അടുത്ത് ചെയ്ത് നോക്കിയാൽ മതി. 1278 നിന്ന് 1082 ആവണ എത്ര ആയിരിക്കും കുറയുന്നത്? 1082 തിരിച്ചു കൂട്ടാം. 18 ആകുമ്പോ 1100 ആയി. 18 ഉണ്ട്. പിന്നെ എത്രയും കൂടെ കൂടും? 100 കൂടെ കൂടിയ 1200 ആയി. പിന്നെ ഒരു 78. അപ്പൊ 100 178 കിട്ടും. 186 196. 196 14ന്റെ സ്ക്വയർ ആണല്ലോ, കുറയല്ലേ. ഇപ്പൊ 8 ഇവിടെ 10 12 ഉണ്ടോ? അപ്പൊ കറക്റ്റ് ആണ്. ഇവിടുത്തെ രണ്ട് നമ്പേഴ്സ് ആണ് നമുക്ക് റോങ്. ഇത് ഈ രണ്ട് നമ്പേഴ്സ് ആണ് റോങ്. എന്റെ മിഡിൽ നമ്പർ ആയിരിക്കും റോങ്. അപ്പൊ 1104 ഇവിടുത്തെ റോങ് നമ്പർ. ഓക്കെ. 27 ഫൈൻഡ് ദ റോങ്. അടുത്തത് റോങ് നമ്പർ സീരീസ് ആണ്. ഇതും നോക്കിയേ, ഒരു സ്റ്റഡി പോലാണ് പോകുന്നത്. നമുക്ക് അഡീഷൻ ഓർ സബ്ട്രാക്ഷൻ ഗസ് ചെയ്യാം. ഇപ്പോൾ 42 കൂടുന്നു. ഇവിടെ എത്രയാ? ഇവിടെ കൂടുവാണല്ലോ. 60 70 ആണ്. 42 70 ആണ് കൂടുന്നത്. 70. അടുത്തത് നോക്കിയേ, 212 310 ആവുമ്പോഴത്തേക്കും 212 312 ആണ് ആവുന്നതെങ്കിൽ എത്രയായിരുന്നു കൂടേണ്ടത്? 212 100 കൂടുമ്പോഴേ 100 2 കുറഞ്ഞാൽ മതി. അപ്പൊ 98 ആയിരിക്കും. ഇതെല്ലാം കൂടി പോകുന്നതുകൊണ്ട് ഞാൻ പിന്നെ പ്ലസ് കൊടുക്കുന്നില്ല. 310 410 ആവുമായിരുന്നു 100 ആയിരുന്നു. പിന്നെ 226. അടുത്തത് 436 536 ആവുമായിരുന്നെങ്കിൽ 100 ആയിരുന്നു. 160 അല്ല, അപ്പൊ 159. ഇവിടെ 595. ഇവിടെ 5 കൂടെ കൂട്ടി 600 ആവും. അപ്പൊ പിന്നെ 172 5 177. ഓക്കെ. 42 ഡബിൾ ഡിഫറൻസ് എടുത്തു. കാര്യം ഇതിനകത്ത് വേറെ സീക്വൻസും ഉണ്ട്. 42 17 70 തമ്മിലുള്ള വ്യത്യാസം എത്ര? 28. ഇവിടെ 28. ഇവിടെ 28 ആണ്. ഓക്കെ. അപ്പൊ ആ സീക്വൻസ് കിട്ടി. ഇത് 28 ആണോ? അല്ല. അപ്പൊ ഇത് 28 അല്ല. അപ്പൊ ഇവിടെ റോങ് ആണ്. ഇവിടെ അപ്പൊ ഇത് രണ്ടും ആണെങ്കിൽ റോങ്. അപ്പൊ ഇതിന്റെ എഫക്ട് കിട്ടുന്ന ആർക്കായിരിക്കും?
അതായത് 176 കഴിഞ്ഞിട്ട് അടുത്ത നമ്പർ ഇതായിരുന്നു വേണ്ട. അപ്പൊ നമ്മൾ ഇത് 159 ഡിഫറൻസ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പൊ 595 റോങ് നമ്പർ. കൺഫേം ചെയ്യാൻ വേണ്ടി അവിടെ എത്ര വരണമെന്ന് നോക്കിയാൽ 176 28 കൂട്ടും 154 വരുന്നത്. 154 കൂട്ടിയേ 154 കൂട്ടുമ്പോ 580 590 കറക്റ്റ് ആയിരുന്നു. 590 കൂടെ ബാക്കി എത്ര കൂടണം? ഇവിടെ 126 154 154 കൂടെ 28 കൂടെ കൂട്ടിയാല് 170 182. 152 കൂട്ടുമ്പോ കറക്റ്റ് 772. അപ്പൊ 595 റോങ് എന്ന് കിട്ടിയാൽ അത് മാർക്ക് ചെയ്താൽ നിങ്ങൾക്ക് കൺഫേം ചെയ്യണമെങ്കിൽ മാത്രം ബാക്കി ചെയ്ത് നോക്കിയാൽ. അടുത്ത 428. ഇത് ഓൾട്ടർനേറ്റ് പ്ലസും മൈനസും ആണ്. അപ്പോ 428 64 ആകണമെങ്കിൽ എത്ര? 30 കൂടിയ 58 ആവും. പിന്നെ അപ്പൊ 36 കൂടുകയാണ്. കാര്യം കൂടുന്ന സൈൻ കൊടുക്കുക. കാര്യം പിന്നെ അടുത്തത് കുറയാണ്. അപ്പൊ ഇവിടെ ഇങ്ങോട്ട് ചെയ്യാം. 8 കൂടെ ആയാൽ 400 ആയില്ല. 66 8 72 ആണ്. ഇനി ഇവിടുത്തെ ഇത് കൂടുകയാണ്. 8 കൂടെ കൂടിയാൽ 400 ആവും. ഇപ്പൊ 108. ഇത് കുറയുമല്ലായിരുന്നു. സോറി, ഇത് കൂടുകയാണ്. ഇത് കുറയാണ്. 356 44 കൂടിയ 400 144. എന്താണ്? കുറയാണ്. ഇവിടെ ഇങ്ങോട്ട് കൂടുകയാണ്. 356 കൂടെ 46 കൂട്ടിയ 400 പിന്നെ ഒരു 136 ഉണ്ട്. 136 44 130 40 170 180 കൂടുകയാണ്. ഇനി ഇവിടെ ഇങ്ങോട്ട് കുറയാണ്. 318 കൂടെ 18 കൂടെ കൂട്ടിയ എത്ര ആവും? 336 ആവും. അതിന്റെ കൂടെ 200. അപ്പൊ 218. ഇത് എത്രയാണ്? മൈനസ്. അപ്പൊ ഈ നമ്പറുകൾ നോക്കാം. 36 36 കൂട്ടിയ 72 72 കൂടെ 36 കൂട്ടിയ 108 108 കൂടെ 36 കൂട്ടിയ 147 ആണ്. 147 36 കൂട്ടിയ 180 കറക്റ്റ്. 180 കൂടെ 36 കൂട്ടിയാല് 216. അപ്പൊ ഇതാണ് തെറ്റ്. അപ്പൊ ലാസ്റ്റ് വന്ന ഈ 318 ആയിരിക്കും റോങ് നമ്പർ. ഓക്കെ, അതായത് ഇവിടം വരെ ശരിയായിരുന്നല്ലോ. ഇവിടം വരെ ഡിഫറൻസ് ശരിയായിരുന്നു. അടുത്താണ് തെറ്റെങ്കിൽ ലാസ്റ്റ് നമ്പർ ആയിരിക്കും റോങ്. അടുത്ത 29ാമത്തെ ക്വസ്റ്റ്യൻ. 91. ഇതെങ്ങനെയാണ്? ഇത് കൂടിയും കുറഞ്ഞും കുറഞ്ഞാണ് പോകുന്നത്. അപ്പൊ 91 166 ആണ്. 9 കൂടെ കൂടിയ 100 64 9 73. കൂടുകയാണ്. ഇനി 67 കൂടെ 30 കുറഞ്ഞിരിക്കും. ഇനി ഇങ്ങോട്ട് 134 കൂടെ 66 കൂട്ടിയാൽ എത്ര ആവും? 200. 66 കൂടെ 7 കൂട്ടിയ 73 കൂടുകയാണ്. ഓക്കെ, ഇപ്പൊ ഇത് കറക്റ്റ് പാറ്റേൺ വരുന്നുണ്ട്. കുഴപ്പമില്ലാത്തതാണ്. ഇപ്പൊ 177 കൂടെ 23 കൂടെ കൂട്ടിയാല് 200 27 30 ആണ് കുറയുന്നത്. അതും കറക്റ്റ് ആണ്. ഇവിടെ 23 45 78 ആണ് വരുന്നത് കൂടുന്നത്. അപ്പൊ ഇയാളാണ് റോങ്. ആണല്ലോ, ഇയാളാണ് 245 റോങ് നമ്പർ. ഓക്കെ, അപ്പൊ ബാക്കി നോക്കേണ്ട ആവശ്യമില്ല. റോങ് നമ്പർ കിട്ടിയാൽ മതി. അവിടെ 20/3 30. ഇവിടെ എങ്ങനെയാണുള്ളത്? ലാസ്റ്റ് വന്നപ്പോഴത്തേക്കും വലിയൊരു മാറ്റം ഉണ്ടോ? ഒരു സഡൻ ചേഞ്ച് ആണെങ്കിൽ അത് മൾട്ടിപ്ലിക്കേഷൻ സീരീസ് ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷെ അത് ഓക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ഗസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് വലുതായിട്ട് ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ 30 ഗുണം 4 കറക്റ്റ് 4നെ മൾട്ടിപ്ലൈ. പക്ഷെ ഇവിടെ ഗസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ ഇൻറ്റു 3 അല്ലേ? 420 × 3 അല്ലേ? ഇവിടെയും ഗസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെയും ഗസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ 3ന്റെ 4ന്റെ ഇടയ്ക്ക് വരാൻ ചാൻസ് ഞാനിപ്പോ ഒരു 3.5 കൊടുത്തു. 3.5 എന്ന് പറഞ്ഞാൽ നമുക്ക് 7/2. അതായത് ഇവിടെ ഇങ്ങോട്ട് ഗുണിക്കുന്നു. ഇതിനെ 7/2 കൊണ്ട് ഗുണിച്ചത്. അതായത് 7/2 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 60 6 40. ഓക്കെ, സെറ്റ് ആവുന്നുണ്ട്. അപ്പൊ 3 3.5 4. ഇവിടെ 4 എന്ന് പറഞ്ഞാൽ എത്ര? 9/2. 20/3 9/2 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 2 ഉം 20 ക്യാൻസൽ ആയിട്ട് 10 വരും.
10, അപ്പൊ 10 into 3 30, സോറി 10 into 9 90/3 30 വരുന്നുണ്ട്. കറക്റ്റ് ആണ്, ഇത് കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ 3 3.5 4 4.5, അപ്പൊ ഇവിടെ 2.5 ആയി. 2.5 നമുക്ക് എങ്ങനെ എഴുതാം? 5/2 എന്ന് എഴുതാം. എളുപ്പം ഗുണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനെ 5/2 കൊണ്ട് ഗുണി, അതായത് 2 കൊണ്ട് ചെയ്യുമ്പോൾ ഇതിന്റെ പകുതി എത്ര? 630. 630നെ 5 കൊണ്ട് ഗുണിക്കുക. 630നെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 600നെ 5 കൊണ്ട് ഗുണിച്ചാൽ 3000, സോറി 600നെ 5 കൊണ്ട് ഗുണിച്ചാൽ 6 3000, പിന്നെ 30നെ 5 കൊണ്ട് ഗുണിച്ചാൽ 180, 3150. കറക്റ്റ് ആണ്. അപ്പൊ ലാസ്റ്റ് ഇതായിരിക്കും റോങ്. ഇനി ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് കൺഫേം ചെയ്യാം. ഇവിടെ 3 2 ഇവിടെ 2 ഉണ്ട്, ഇതിന്റെ സെക്കൻഡ് മൾട്ടിപ്പിൾ അല്ലല്ലോ ഇത്. അപ്പൊ 6400 ആണ് തോന്നുന്നത്. ഓക്കെ, അപ്പൊ റോങ് നമ്പർ സീരീസ് നമ്മൾ ചെയ്തു. അടുത്ത ഒരു ഡി ഐ ആണ്. ഡി ഐ ഇപ്പൊ ലാസ്റ്റ് സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇത് ചെയ്യുന്നതിന് ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഇത്രയും നേരം ഉള്ളവരടുത്ത് മാത്രം വേണ്ടി പറയാൻ വേണ്ടി വെച്ചിരുന്നതാണ്. അപ്പൊ നിങ്ങൾ ഈ ക്ലാസ്സുകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ്സോ അല്ലെങ്കിൽ പറയുന്ന സ്പീഡാണോ അല്ലെങ്കിൽ വീഡിയോയുടെ ക്വാളിറ്റിയുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാതെ പറയുക വേണം. എന്നാലേ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ. അതേപോലെ ഇത് നിങ്ങൾക്കൊരു ഹോംവർക്ക് ആണ്. അപ്പോൾ ഇത് കാണുന്നവര് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ പിന്നോ അല്ലെങ്കിൽ ഓരോരോ ആപ്പ് ഉണ്ടല്ലോ നമുക്ക് പഠിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നെറ്റിൽ നിന്ന് പല സോഴ്സിൽ നിന്ന് എടുത്ത് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്നതാണ്. ചിലതൊക്കെ ആപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾ വില കൊടുത്ത് പർച്ചേസ് ചെയ്യാതെ ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചുമ്മാ വീഡിയോ കാണണമെന്നില്ല, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാമല്ലോ. അങ്ങനെയായാലും നിങ്ങൾക്ക് ഇത് ചെയ്ത് പഠിക്കാം. അപ്പോൾ ലാസ്റ്റ് ഇതാ ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അതിന്റെ ആൻസർ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം. ഇത് ലാസ്റ്റ് ഡി ഐയുടെ. ബാക്കിയുള്ളവർക്ക് കൂടെ കാണുന്നവർക്ക് മനസ്സിലാവും ശരിയാണോ തെറ്റാണോ എന്ന്. ഞാനത് ചെക്ക് ചെയ്തിട്ട് ശരിയാണോ തെറ്റാണോ എന്ന് പറയാം. അപ്പൊ ഇതുവരെ കാണുന്നവര് ഇത് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. അപ്പൊ ആദ്യമേ എല്ലാവരും ആദ്യത്തെ സെക്കൻഡ് കണ്ടിട്ട് സ്കിപ്പ് ചെയ്ത് പോകുന്നവരാണ് കൂടുതലും. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ ഇത് എങ്ങനെ ചെയ്യാം എന്ന് ഞാനൊന്ന് പറയാം, എന്നിട്ട് നിങ്ങൾ ഇതിന്റെ ബാക്കി 5 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാം. The line graph shows average articles, that is books, pens and book ഉണ്ട്, pen ഉണ്ട്, notebook ഉണ്ട്. ഇവിടെ ബുക്ക് നോട്ട്ബുക്ക് ഉണ്ട്. On different days, number of books sold and the difference between pens ഒക്കെ ഏതാണെന്ന് തന്നെ. On each day, the number of pens sold. പെൻ എന്ന് പറയുന്നത് നോട്ട്ബുക്കിനേക്കാൾ കൂടുതലാണ്. നമുക്ക് തന്നിരിക്കുന്ന നോക്കാം. ഈ ലൈൻ നമ്പർ ഓഫ് ബുക്സ് സോൾഡ്, ഇത് ബുക്ക് എത്ര എണ്ണം വിറ്റു എന്നുള്ളതാണ്. നീല ലൈൻ ആവറേജ് ആണ്, 3ന്റെ കൂടെ ആവറേജ്. അപ്പൊ അതിന് നമുക്ക് ടോട്ടൽ എടുക്കാമല്ലോ. ഡിഫറൻസ് ബിറ്റ്വീൻ പെന്നും നോട്ട്ബുക്ക്, അതിലൊരു കാര്യം ഒരു ഹിന്റ് പറഞ്ഞിരിക്കുന്നുണ്ട്, പെന്നാണ് കൂടുതൽ. അപ്പൊ ആദ്യത്തെ ഒരെണ്ണം ഞാനിപ്പോ മണ്ടയില് ഞാനൊന്ന് എഴുതി കാണിക്കാം. മണ്ട. അപ്പോ എന്തൊക്കെയാണുള്ള? ബുക്കുണ്ട്, പിന്നെന്താ ബുക്സ്, പെന്ന്, പിന്നെ നോട്ട്ബുക്ക്. ഓക്കെ ഓക്കെ. അപ്പൊ മണ്ടയിൽ ഞാൻ എഴുതി കാണിക്കാം. അതായത് മണ്ടയിൽ നമ്പർ ഓഫ് ബുക്സ് സോൾഡ് ഡയറക്റ്റ് വന്നിട്ടുണ്ട്, അത് ആദ്യം എഴുതാം. 80. ഓക്കെ. ഇനി പെന്ന് ഇപ്പൊ പെന്നിന്റെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇനി ആവറേജ് ഉണ്ട്. ആവറേജ് ടോട്ടൽ എടുക്കുക. അത് നീല വര ഇവിടെ മണ്ടയിൽ സൂചിപ്പിക്കുന്ന 60 കഴിഞ്ഞിട്ട് ഇത് ഓരോന്ന് 5 വിധം, 65 70 75 80 അങ്ങനെ. അപ്പൊ 70 ആണ് ആവറേജ്. 70 ആണ് ആവറേജ്. ടോട്ടൽ ആയിരിക്കും 210 ആയിരിക്കും അല്ലെ? 210. അതായത് ഇവിടെ 3 പേരുടെ ടോട്ടൽ 210. ഇനി അതില് ഡിഫറൻസ് ബിറ്റ്വീൻ പെൻ ആൻഡ് നോട്ട്ബുക്ക്. അപ്പൊ 210 ആണ് ടോട്ടൽ എങ്കിൽ അതിൽ ഓൾറെഡി ബുക്ക് 80 എന്ന് കിട്ടി. ഇപ്പൊ ബാക്കി രണ്ടുപേരുടെയും കൂടെ സമ്മ്, പെന്നിന്റെയും നോട്ട്ബുക്കിന്റെയും കൂടെ സമ്മ്, അതായത് പെൻ പ്ലസ് നോട്ട്ബുക്ക് എത്ര കിട്ടും? ഇവിടെ പറഞ്ഞ 130 കിട്ടും. ഓക്കെ ആണേ? ഇനി പെന്നിന്റെയും നോട്ട്ബുക്കിന്റെയും ഡിഫറൻസ് ഉണ്ട്. ഡിഫറൻസ് എത്രയാ? അപ്പൊ പെന്നാണ് കൂടുതൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ എഴുതുക. പെന്നിന് നോട്ട്ബുക്കിന് ഡിഫറൻസ് ആണ് എത്ര? ഇത് 0 5 10. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന നമുക്ക് ഡി ഐയിൽ എപ്പോഴും വരുന്നതാണ്. അതായത് സമ്മും ഡിഫറൻസും തന്നാൽ വലിയ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെ? ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 130 10 കൂടെ കൂട്ടിയാൽ 140, അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 70. അപ്പൊ പെന്നിന്റെ വാല്യൂ കിട്ടി.
ഓക്കെ ആണ്. ഇനി അടുത്തത് വേണമെങ്കിൽ ഇതിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കുക, അതല്ലെങ്കിൽ ഈ മെത്തേഡ് തന്നെ യൂസ് ചെയ്താൽ കുറച്ചിട്ട് ബൈറ്റ് ചെയ്യുക. 130 10 കുറച്ചാൽ 120, അതിന്റെ പകുതി 60. അപ്പൊ 7 6 13 തൊട്ട് 210 കറക്റ്റ് ടോട്ടൽ കിട്ടിയില്ലേ? അതാണെങ്കിൽ നിങ്ങൾക്ക് ട്യൂസ്ഡേയിലെ കണ്ടുപിടിക്കാമല്ലോ, വെനസ്ഡേയിലെ കണ്ടുപിടിക്കാമല്ലോ, തേഴ്സ്ഡേയിലെ കണ്ടുപിടിക്കാമല്ലോ. ഡേറ്റാസ് എല്ലാം ആയില്ലേ? അപ്പൊ ഈ ഒരു മെത്തേഡ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ സമ്മും ഡിഫറൻസും വന്നിട്ടാണെങ്കിൽ കണ്ടുപിടിക്കുന്നത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയാണ് അവർ ആവറേജും ഒക്കെ പറഞ്ഞത്. നല്ലൊരു ഡി എ ആണിത്. അല്ല, 31 ക്വസ്റ്റ്യൻ നോക്കെ. The total number of articles sold on Saturday is 20% less than that total number of articles sold on Monday, and the number of notebooks sold on Saturday and Monday is the same. If the ratio of books to pens sold on Saturday is 7:2, then find the number of books sold. 31 സ്ക്രീൻഷോട്ട് എടുക്കുക, ആൻസർ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യുക. 32. The selling price of each book, pen and notebook is rupees 15, 5 and A respectively. Then find the total revenue generated on Wednesday തന്നിട്ടുണ്ട്. A കണ്ടുപിടിക്കാൻ സ്ക്രീൻഷോട്ട് ചെയ്യുക. Find the number of pens sold on Tuesday. What percentage of the total number of books and notebooks sold in the same day? Okay, ഇത് ചെയ്യുക. If the average of the number of notebooks sold on Monday, Tuesday, Wednesday, Thursday and Friday is 80, then find the number of notebooks sold on Friday. 34. അടുത്ത 35 on Sunday, the number of books and pens sold increases by 10% and 15% as compared to Tuesday, while total articles on Sunday remains same as Tuesday, and the percentage decrease in the sale of notebooks as compared to Tuesday. Okay. 35. അപ്പോ ഫുൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ഫസ്റ്റ് മോക്ക് ടെസ്റ്റ് സീരീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 35 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതില് ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്രയും നേരം കാണുന്നവരുണ്ടെങ്കിൽ അവരുടെ പറയാൻ വേണ്ടിയാണ്. ക്വസ്റ്റ്യൻസ് പല സോഴ്സിൽ നിന്ന് എടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പം കുറെ പഠിച്ച് നല്ല രീതിയിൽ അറിയാവുന്ന കുട്ടികളാണ്. അവര് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അതല്ല, ക്വസ്റ്റ്യൻസിൽ ചില ഡൗട്ട് ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് നോക്കിയിട്ട് ചെയ്ത് പഠിക്കാം. നിങ്ങൾ നെറ്റിൽ നിന്ന് നിങ്ങൾ PDF അതായത് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിനേക്കാളും നല്ല ക്വസ്റ്റ്യൻസ് ആണ് ഇത്. അപ്പൊ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഈ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുക, അതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ശരിയാണോ തെറ്റാണോ എന്ന് ബാക്കിയുള്ളവർക്ക് നോക്കാം. എന്നിട്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഞാൻ പറയുന്ന മെത്തേഡിലോ അല്ലെ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതും പറയാം. എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റോ സജഷൻസോ വേണമെങ്കിൽ തീർച്ചയായിട്ടും പറയാം. അപ്പൊ നമ്മൾ ബാക്കി എല്ലാ ടെസ്റ്റിന്റെയും മോക്ക് ടെസ്റ്റ് സീരീസ് ചെയ്യുന്നതായിരിക്കും. ഒരു 20-30ഓളം മോക്ക് ടെസ്റ്റ് ഓരോന്നിൽ ചെയ്യുന്നതായിരിക്കും. അതായത് IBPS ക്ലർക്ക്, IBPS PO, SBI ക്ലർക്ക്, SBI PO, ദെൻ IBPS RRB ക്ലർക്ക്, IBPS RRB PO, പിന്നെ വേറെ എന്തെങ്കിലും ഇപ്പൊ NIC അല്ല വേറെ ഏതെങ്കിലും എക്സാം വരികയാണെങ്കിൽ അതിന്റെയും കൂടെ. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടാവണം. അതുകൊണ്ട് കാണുന്നവര് ഇത് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ സജഷൻസ് ഒന്ന് കമന്റ് ചെയ്യുക. Okay, thank you for watching. Okay then, bye.